കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. கர்த்தருடைய பரிசுத்த நாமத்துக்கு ஸ்தோத்திரம் செலுத்துகிறேன். ഈ ആറാമത്തെ ദിവസം இந்த ആറാമത്തെ ദിവസം രാവിലെ ഈ കാല സമയത്ത് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരിക്കൽ നല്ല കൃപകൾക്കായി കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. இந்த ஜெப நாட்களின் ஆறாவது தினம் நாம் ஒருமித்து அவருடைய சமூகத்தில் இருக்க ஆண்டவர் தந்த பாக்கியத்துக்காய் ஆண்டவரை துதிக்கிறேன். എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ? இந்த காலையில எத்தனை பேர் சந்தோஷமா இருக்கிறீர்கள்? എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ? எத்தனை பேர் இந்த சந்தோஷமா இருக்கிறீர்கள்? ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കരമുയർത്തി കർത്തരെ മഹിമപ്പെടുത്തുவோம். കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വല്ലമയോട് ആണ്ടവരെ തുതിக்கலாம். ഒരിക്കൽ കൂടെ അയ്യോ നന്നായി. ആമേൻ ഹല്ലേലൂയ. ആറാം ദിവസം ആയതേ ഉള്ളൂ. 6 നാൾ தான் ആനது. നമ്മൾ ക്ഷീണിച്ചു പോകരുത്. നാം കളൈത്തു പോകக்கூடாது. ഓരോ ദിവസവും കൂടുന്തോറും ஒவ்வொரு நாள் வர வர അഗ്നി കഷണമായി മാറണം. നിങ്ങൾ അഗ്നി തണലായി മാറ വേണം. അഗ്നി കഷണമായി മാറണം. അഗ്നി തണലായി മാറ വേണം. അഗ്നി കഷണത്തിന്റെ പ്രത്യേകത എന്താണ്? അഗ്നി തണലിൻ அந்த വിശേഷം என்னவென்றால் അതില് ഉറുമ്പ് വരുത്തില്ല. അതിലെ എറുമ്പ് വരാது. അഗ്നി ഇല്ലാഞ്ഞാൽ അഗ്നി ഇല്ലെന്നാ അതിൽ എറുമ്പ് വരും. അങ്ങ എറുമ്പ് വരും. ക്ഷുദ്രജീവികളൊക്കെ വരും. ക്ഷുദ്രജീവികൾ വരും. വിഷപൂച്ചികളെല്ലാം വരും. പക്ഷെ അഗ്നി ഇരുന്നാൽ അതൊന്നും വരില്ല. അത് ഒന്നും വരാതെ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് ഞാൻ சொன்னது புரிந்தது? അഗ്നി ആയിരിക്കണം എപ്പോഴും. നമ്മ എപ്പോഴും അഗ്നിയാ இருக்க வேண்டும். ഈ വനത്തില് കാട്ടില് ആൾക്കാർ രാത്രിയിൽ അവിടെ ആയിരിക്കുമ്പം വനം പകുതിയിലെ ജനങ്ങൾ ഇരവ് നേരത്തിൽ ഇരിക്കുമ്പോൾ അവർ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവർ രാത്രി തൂങ്ങ പോവதற்கு മുന്നதாக ഒരു ചുറ്റുപാട് അവർ അഗ്നിയിടും. അവർ அதை சுற்றி അഗ്നി போடுவார்கள். കാരണം രാത്രിയിൽ അവരുടെ ഉറക്കത്തിനിടയിൽ മൃഗങ്ങൾ വന്ന് അവർ താമസിക്കുന്നതിനകത്ത് കയറരുത്. അവർ പടുത്തിരിക്കുന്ന ഇടത്തിലെ ദുഷ്ട മൃഗങ്ങൾ വന്ന് അവരെ താക്കக்கூடாது என்பதற்காக അഗ്നി കാണുമ്പോൾ അത് പേടിച്ച് ഓടിപ്പോകും. അഗ്നിയെ കാണുമ്പോൾ അവകൾ ഭയന്ന് ഓടിപ്പോയിവിടും. ഇങ്ങനായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ആത്മീക ജീവിതം. ഇവിധമായി இருக்க வேண்டும் ഒരു ദൈവപിള്ളയുടെ ആവിക്രിയ ജീവിതം. എപ്പോഴും നിന്റെ മേൽ അഗ്നി ഉണ്ടായിരിക്കും. എപ്പോഴും ഉங்களுக்குள்ள ഒരു അഗ്നി എരിഞ്ഞു കൊണ്ടിരിക്ക வேண்டும். അഗ്നി കെട്ടുപോകുമ്പോഴാണ്, അഗ്നി അണൈந்து പോകുമ്പോൾ ആമേൻ, പിശാച് കയറി വരുന്നത്. പിശാച് ഇറങ്ങി വരുகிறான். അപ്പോൾ അഗ്നി എപ്പോഴും കത്തണമെങ്കിൽ അഗ്നി എപ്പോഴും എരിയ വേണ്ടുമാനാൽ ആമേൻ എന്റെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കും. നമ്മുടെ ഐക്യം പരിശുദ്ധ ആവിയാനവരോട് இருக்க வேண்டும். എന്റെ കൂട്ടായ്മ ദൈവ മക്കളോട് കൂടെ ആയിരിക്കും. നമ്മുടെ ഐക്യം ദൈവ മക്കളോട് இருக்க வேண்டும். എന്റെ കൂട്ടായ്മ ദൈവ സഭയോടായിരിക്കണം. നമ്മുടെ ഐക്യം ദൈവന്റെ സഭയോട് இருக்க வேண்டும். എന്റെ അഗ്നിയെ കെടുത്തുന്ന ഒരു ബന്ധത്തിനകത്ത് ഞാൻ പോകരുത്. അഗ്നിയെ കെടുക്കുന്ന എന്ത് ഐക്യവും നമുക്ക് ഉണ്ടാകக்கூடாது. 21 നാൾ നമ്മൾ ഉപവസിച്ചു. 21 നാൾ നാം ഉപവാസിക്ക പോகிறோம். ആമേൻ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെ ഞാൻ பார்த்திருக்கிறேன். വർഷത്തിൽ ഒരു തടവ് 21 നാൾ ഉപവസിക്കും. വർഷத்துக்கு ഒരു മുறை 21 നാൾ ഉപവാസിப்போம். പിന്നെ അടുത്ത വർഷം ജൂലൈ വരണോ അവർക്ക് ഉപവസിക്കണം. അടുത്ത ജൂലൈ വരുമ്പോൾ தான் ഉപവാസத்துக்கு இருப்பார். ആമേൻ. സഭയ്ക്ക് அப்படி തന്നെ നടക്കും. സഭയ്ക്ക് அப்படிதான் നടക്കും. പക്ഷേ നിങ്ങളുടെ തനിയെയുള്ള ജീവിതത്തിൽ, തനിപ്പെട്ട வாழ்க்கைയിൽ 21 ആമേൻ കഴിഞ്ഞാലും 21 നാൾ താണ്ടിനാലും ഇടവിട്ട് നീ ഉപവസിക്കണം. നീ അടിക്കടി നീ ഉപവാസിച്ചു കൊണ്ടിരിക്ക வேண்டும். അടിക്കടി നീ ഉപവസിക്കണം. അടിക്കടി നീ ഉപവാസിക്ക வேண்டும். ഒരു നാൾ ഉപവസിക്കണം. ഒരു നാൾ ഉപവാസിക്കണം. 2 നാൾ ഉപവസിക്കണം. 2 നാൾ ഉപവാസിക്കണം. 3 നാൾ ഉപവസിക്കണം. 3 നാൾ ഉപവാസിക്കണം. അത് 7 നാൾ പോകலாம். 7 നാൾ ഉപവാസിക്കണം. അത് 21 പോകാം. 21 നാളും പോകலாம். അത് നമ്മുടെ ആത്മീക കർത്താവ് തരുന്ന നിയോഗം നടത്തിപ്പനുസരിച്ച്. കർത്താവ് നമുക്ക് തരുന്ന നടത്തിപ്പിൻപടി. കാരണം ഒരു അഗ്നി കഷണം കിടക്കുമ്പോൾ, ഒരു അഗ്നി കണ്ടം അങ്ങേ കിടക്കുമ്പോൾ അതിൽ നമ്മൾ ഊതുമ്പോഴാണ് അതിൽ തീ പൊങ്ങി വരുന്നത്. അതെ, ഊതുമ്പോൾ തീ എരിയ ആരംഭിക്കും. അത് കെട്ടുപോകത്തില്ല. അത് കെട്ടുപോകാതെ ഈ 21 നാള് 21 നാட்கள் നിങ്ങളെ ഒരു അഗ്നി കഷണമാക്കി പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ഉങ്ങളെ ഒരു അഗ്നി കണ്ടமாக പരിശുദ്ധ ആവിയാനവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ജോലി? ഉങ്ങൾ വേല என்ன? നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ, ഉங்க വീട്ടിലേക്ക് തിരുമ്പി പോകുമ്പോൾ നിങ്ങൾ ഊതിക്കൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഊതിക്കൊണ്ടേ இருக்க வேண்டும். അത് ആളി കത്തുന്നിടം വരെയും ഊതിക്കൊണ്ടേ ഇരിക്കണം.
ആളിക്കത്തണം. അത് നല്ല കത്തണം. அது நல்லா எரியும்படி நமக்கு ஊதிக்கொண்டே இருக்க வேண்டும். അതിനാണ് ഉപവാസം. அதுதான் உபவாசம். അതിനാണ് അടിക്കടി നിങ്ങൾ ഉപവസിക്കേണ്ടത്. அதுக்காக தான் அடிக்கடி உபவாசிக்கிறது. അതിനാണ് അടിക്കടി നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കേണ്ടത്. அதுக்காக தான் அடிக்கடி நம்ம அந்நிய பாஷைகளை பேசிக் கொண்டிருக்கிறோம். അതിനാണ് ദൈവത്തിന്റെ വാർത്ത വചനം നമ്മൾ ധ്യാനിക്കേണ്ടത്. அதுக்காக தான் நாம் தேவனுடைய வார்த்தையை தியானிக்கிறது. അതിനാണ് ദൈവത്തിന്റെ സഭയുമായിട്ടൊരു കൂട്ടായ്മ നമുക്ക് വേണ്ടത്. அதற்காக தான் சபை ஐக்கியம் நமக்கு தேவைப்படுகிறது. എന്റെ അകത്ത് ദൈവം ഒരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ, தேவன் நமக்குள்ள ஒரு கிருபை வரத்தை வைத்திருப்பாரானால், പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, பவுல் தீமோத்தேயுவிடத்தில் சொன்னார், എന്റെ കൈവപ്പിനാൽ നിന്റെ മേൽ പകരപ്പെട്ട കൃപാവരം, நான் உன்மேல் கை வைத்த போது உனக்கு பகரப்பட்ட அந்த கிருபை வரும், നീ അത് ആളി കത്തിക്കണം. நீ அதை அனல் மூட்டி விட வேண்டும். നീ അത് ആളി കത്തിക്കണം. நீ அதை அனல் மூட்டி விட வேண்டும். കാരണം അതാണ് നിന്റെ ജീവിതത്തിനകത്തെ ഒരു ഉയർച്ച വെളിപ്പെടുത്തി കൊണ്ടുവരുന്നത്. அதுதான் உன் வாழ்க்கையில ஒரு உயிர்மீட்சியை உண்டு பண்ணி கொண்டிருக்கும். കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. கரங்களை உயர்த்தி ஆண்டவரை மகிமைப்படுத்துவோம். എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? எத்தனை பேருக்கு நான் சொன்னது புரிந்தது? ആമേ. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് ഒരിക്കലും ഒരു കുറവ് വരാൻ പാടില്ല. നമ്മുടെ ആവിക്രിയ ജീവിതത്തിൽ ഒരു നാളും ഒരു കുறைபாடு வரக்கூடாது. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ദാഹമുള്ളവരായിരിക്കണം. நான் எப்பொழுதும் சொல்லுவேன், நாம் ஒரு தாகமுடையவர்களாக இருக்க வேண்டும். ആമേ. നമുക്ക് ആഹാരം കഴിക്കാതെ കുറച്ച് നാൾ ജീവിക്കാം. நம்ம ஆகாரம் சாப்பிடாம கொஞ்ச நாள் இருக்கலாம். പക്ഷെ നമുക്ക് ദാഹം ഉണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ദാഹം ഇരുന്നാൽ തണ്ണി കുടിക്കാமல் 2 നാൾ കൂടെ ഇരുപ്പത് കഷ്ടം. ആഹാരം ഇല്ലെങ്കിലും കുറച്ച് നാൾ നമുക്ക് ജീവിക്കാം. ആഹാരമില്ലാ കൂടെ ചില നാட்கள் ഇருந்து വിടலாம். വെള്ളം കുടിക്കാൻ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. തണ്ണീർ കുടിക്കാമ നമുക്ക് ரொம்ப നാൾ இருக்க முடியாது. ഇതുപോലെയാണ് ആത്മീക ജീവിതം. ഇതേ പോലെதான் നമ്മുടെ ആവിക്രിയ வாழ்க்கை. നിന്റെ ദാഹം കെട്ടുപോകരുത്. ഉന്റെ ദാഹം അണൈந்து പോകக்கூடாது. ആ ദാഹം വരുമ്പോൾ നീ ഉപവസിക്കണം. നീ ദാഹം വരുമ്പോൾ ഉപവാസിക്ക வேண்டும். നീ ദാഹം വരുമ്പോൾ നീ പ്രാർത്ഥിക്കണം. നീ ദാഹം വരുമ്പോൾ ഇതിനകത്ത് കർത്താവിന്റെ വേലയ്ക്ക് ഒരു വിളിയുണ്ട് എന്ന് പറയുന്നവർ ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഞാൻ പറയുന്ന ഒരു മുഴുസമയ ശുശ്രൂഷയുടെ കാര്യമല്ല. ജോലിയോട് കൂടെ കർത്താവിന്റെ ഊഴിയം ചെയ്യാൻ അങ്ങനെയുള്ളവർ ലിഫ്റ്റ് യുവർ ഹാൻഡ്സ്. നിങ്ങളെ നന്നായിട്ട് കരമൊന്ന് ഉയർത്തിയാട്ടെ. ഞാനിത് പറഞ്ഞ് നാളെ പോയി ദേവീയതി വരെ സഭ തുടങ്ങരുത്. സഭ തേടിക്കൊണ്ടിരിക്ക കൂടാ. ഞാൻ കര ഉയർത്തിയാട്ടെ. കരങ്ങളെ ഉയർത്തൂ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളോട് சொல்லுகிறேன், നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആത്മീക ഉയർച്ച വേണമെങ്കിൽ, ഉന്റെ வாழ்க்கையில ഒരു ആവിക്രിയ ഉയർമീഴ്ച വേണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ കാണണമെങ്കിൽ, ഉங்க வாழ்க்கையில தேவனுடைய ഒരു ക്രിയയെ നിങ്ങൾ കാണ വേണ്ടുമാ, അടിക്കടിയുള്ള ഉപവാസം ആവശ്യമല്ല, അത്യാവശ്യമാണ്. ഉന്റെ வாழ்க்கையில അടിക്കടിയുള്ള ഉപവാസം അവശ്യം എന്ന് சொல்லവല്ല, മിക ആവശ്യമാണത്, അത്യാവശ്യമാണത്, മിക ആവശ്യമാണത്. 2, നിങ്ങളുടെ രഹസ്യ ജീവിതം അതിപരിശുദ്ധമായിരിക്കണം. ഉന്റെ അന്തരംഗ வாழ்க்கை மிகவும் பரிசுத்தமா இருக்க வேண்டும். 1, നിനക്കൊരു ഉപവാസം ഉണ്ടായിരിക്കണം. 1, നമ്മുടെ வாழ்க்கையில ഉപവാസം இருக்கணும். 2, നിന്റെ രഹസ്യ ജീവിതം അതിപരിശുദ്ധമായിരിക്കണം. ഉന്റെ രഹസ്യ வாழ்க்கை അതിപരിശുദ്ധமா இருக்க வேண்டும். 3, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ അന്യഭാഷയിലേ ജപിച്ചുകൊണ്ടിരിക്ക வேண்டும். അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അന്യഭാഷയിലേ ജപിക്ക. അത് മാത്രമല്ല, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ദൈവസഭയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ ഉങ്ങളെ കർത്തർ വൈത്തിരിക്കുന്ന அந்த സഭയിലെ നിങ്ങൾ ഉണ്മയുള്ളവர்களாக இருக்க வேண்டும். നമ്മൾ ഇത് ചെയ്യുമ്പോൾ, നാം ഇதை ചെയ്യുമ്പോൾ, പൗലോസിനെയും ബർന്നബാസിനെയും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച പരിശുദ്ധാത്മാവ്, ബർന്നബാവയും പൗലയും ഊഴിയത്തിക്ക് വേർപിരിച്ച ആവിയാനവർ, നിങ്ങളുടെ സമയം വരുമ്പോൾ, നിങ്ങളുടെ സമയം വരുമ്പോൾ 100% ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കും. 100% ദേവൻ ഉങ്ങളെ വേർപിരിത്ത് എടുപ്പാർ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി നല്ല ഹല്ലേലൂയ. വിശ്വാസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലலாம். ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തന്മാരായ ദൈവദാസന്മാരെ നമ്മൾ നോക്കിയാൽ, നല്ല വല്ലമയായി பயன்பட்ட தேவ மனிதர்களை பார்த்தால், അവരുടെ ജീവിതത്തിനകത്ത് അവർ വില കൊടുത്തിട്ടുണ്ട്. അവர்கள் തങ്ങൾ வாழ்க்கையில நல்ல அதுக்கு கிரயம் செலுத்தி இருக்கிறார்கள். അവർ നല്ല വില കൊടുത്തിട്ടുണ്ട്. അവர்கள் நல்ல கிரയം செலுத்தி இருக்கிறார்கள். പലരുടെയും ജീവിതത്തിനകത്ത് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. പലരുടെ வாழ்க்கையில മരണം സംഭവിച്ചിരിക്കുന്നത്. പലരുടെയും ജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചകൾ വന്നിട്ടുണ്ട്. തങ്ങളുടെ வாழ்க்கையில പല തളർവുകൾ വന്നിരിക്കുന്നത്. എന്നാൽ അതിലൊന്നും അവർ സോർന്നു പോയില്ല. അതിലെല്ലാം അവർ സോർന്നു പോകവില്ല.
സോർന്നു പോയില്ല അവര്. அவர்கள் சோர்ந்து போகவில்லை. അവര് പിടിച്ചു നിന്നു കർത്താവിന് വേണ്ടി. அவர்கள் ஆண்டவரை பிடித்து நின்றார்கள். അവർ ദൈവത്തെ അവർ പിടിച്ചു നിന്നവർ. அவர்கள் அதிலே உறுதியாய் நின்றார்கள். അവരുടെ യോർദാന്റെ മുമ്പിൽ അവർ കലങ്ങിപ്പോയില്ല. அவர்களுக்கு எதிராய் வந்த யோர்தானுக்கு முன்பாக கலங்கி போகவில்லை. അവരവിടെ പിടിച്ചു നിന്നു. அவர்கள் அங்கே உறுதியாய் நின்றார்கள். എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ, சில நாட்கள் കഴിയുம்போது ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം അവരെ നിറച്ചു. தேவனுடைய வல்லமையினால் தேவன் அவர்களை நிறைத்து പട്ടണങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. പട്ടണങ്ങൾക്ക് വെളിയെ കൊണ്ടുവരുമ്പടി കർത്തർ അവരെ பயன்படுத்தினார். പട്ടണങ്ങളിൽ ദൈവസഭയെ ആമേൻ സ്ഥാപിക്കുവാൻ, അനേക ആത്മാക്കളെ, ആയിരങ്ങളെ ദൈവസഭയിലേക്ക് നയിക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. അവരെ വെളിയെ കൊണ്ടുവന്ന് അനേക ആയിരങ്ങൾക്ക് பயனுள்ளவர்களாக സഭകളെ സ്ഥാപിക്കാൻ കർത്തർ பயன்படுத்துகிறார். ഇപ്പോൾ ഒരു ശുശ്രൂഷകന്റെ അകത്ത് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് താഴ്മ. ഒരു ഊഴിയക്കാരന്റെ உள்ளத்துல இருக்க வேண்டிய எல்லாவற்றுக்கும் மேலானது மனத்தாழ்மை. தாழ்மை അത് ഏറ്റവും വലിയ കാര്യമാണ്. அது மிகவும் முக்கியமானது. എത്ര ദൈവം ഉപയോഗിച്ചാലും, எவ்வளவு அவர்களை தேவன் பயன்படுத்தினாலும், എത്ര ദൈവം നിങ്ങൾ ഉപയോഗിച്ചാലും, ദൈവം உங்களை എவ்வளவு பயன்படுத்தினாலும், ആമേൻ, ഒരു ദൈവ പൈതലിന്റെ കാല് കഴുകാനുള്ള ഒരു താഴ്മ എൻ്റെ അകത്തുണ്ടായിരിക്കണം. ഒരു മനുഷ്യന്റെ കാല് കഴുകக்கூடிய அளவுக்கு താഴ്മപ്പെട வேண்டும். താഴ്മ അഭിനയിക്കുന്നതല്ല. അഭിനയം അത് വന്ന് നാടകം അവർ നടിക്കുന്നതില്ല. താഴ്മ നടിക്കുന്നതല്ല, അത് ഒരു നടിപ്പല്ല. എന്റെ പാസ്റ്റർ എന്നോട് പറയും, എന്റെ കേരളത്തിലെ പാസ്റ്റർ പറയും, കേരളത്തിലെ എന്നോട് പാസ്റ്റർ വിധമായി ചൊല്ലുവാർ, ഈ ഒത്തിരി താഴ്മ നടിക്കുന്നവനെ വിശ്വസിക്കില്ലെന്ന്. അധികമാ താഴ്മ പോലെ നടിക്കുന്നവനെ നമ്പ കൂടാതെ. അയ്യോ കാണുമ്പോഴേ പാസ്റ്റർ അയ്യോ അയ്യോ എന്നൊക്കെ വിശ്വസിക്കില്ലെന്ന് പറയും. പാസ്റ്ററെ കാണുമ്പോൾ ഭയങ്കരമായ കുമ്പിട് പോടുവാர்கள். ഇവനാണ് ആദ്യം നമുക്കിട്ട് പണിയുന്നത്. ഇവൻ താ മുതലാவது നമ്മളെ കാലേ വാരുവാൻ. എത്ര പേർക്ക് ഞാൻ മനസ്സിലായി ഞാൻ പറഞ്ഞത്? എത്ര പേർക്ക് உங்களுக்கு പുരിഞ്ഞത്? താഴ്മ നടിക്കുന്നതല്ല, താഴ്മ എന്ന് ചൊല്ലുക നടിക്കുന്നതില്ല. ഹൃദയത്തിനകത്ത് നമുക്ക് താഴ്മയുണ്ടാകും. നമ്മുടെ ഉള്ളത്തിൻ ആഴത്തിലിരുന്ന് அந்த താഴ്മ വരും. ഒരു ദൈവദാസനോട്, ദൈവസഭയോടും ദൈവവിശ്വാസികളോടും ഒക്കെ നമ്മുടെ അകത്തൊരു ഭയങ്കര താഴ്മയുണ്ടാകും. தேவனுடைய சபையிலும் தேவ ஊழியக்காரர்களோடும் தேவ பிள்ளைகளோடும் மிகவும் தாழ்மையுடையவர்களாய் நடந்து கொள்ள வேண்டும். എന്തുകൊണ്ടാണ് ലൂസിഫർ വെട്ടേറ്റ് താഴെ വീണത്? എതിനാലെ ലൂസിഫർ മേലിருந்து കീഴെ വീഴുന്ന? ദൈവം അവനെ സകലവിധമായ കൃപകളാൽ നിറച്ചതായിരുന്നു. ദേവൻ അവനെ ഭയങ്കര സകല കൃപവരങ്ങളാൽ നിറപ്പിയിരുന്നു. അവൻ ഭയങ്കര സംഗീതജ്ഞനായിരുന്നു. അവൻ സംഗീതക്കാരനായിരുന്നാൻ. അവനെ കാണാൻ വളരെ മനോഹരമായിരുന്നു. പാർപ്പதற்கு மிகவும் அழகா இருப்பான். അത്രയ്ക്ക് മനോഹരമായിരുന്നു ലൂസിഫർ. ഒരു നാൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു. അവൻ ഒരു നാൾ വിധമായി ചിന്തിത്താൻ, ഞാൻ ദൈവത്തിന്റെ മേളിൽ കയറും. ഞാൻ ദേവനുക്ക് മേലാകെ സിംഹാസനത്തെ ഉയർത്തും. ചിന്തിച്ചതേ ഉള്ളൂ. ചിന്തിത്തതാ ഉണ്ട്. ഒറ്റ ചിന്ത, ഒരേ ഒരു ചിന്ത, ഒറ്റ വെട്ട്, ഒരു വെട്ട്. അതോടുകൂടി അവൻ പിശാചായി മാറി. അതിലിരുന്ന് അവൻ പിശാചാക മാറിവിട്ടു. അവൻ നല്ല ദൂതനായിരുന്നു. അവൻ നല്ല ദൂതനായിരുന്നാൻ. വെട്ടേറ്റ് താഴെ വീണപ്പോൾ, വെട്ടുപെട്ട് കീഴെ വിழுந்த போது അവൻ ഏറ്റവും മികച്ച പിശാചായി മാറി. മിക മുഖ്യமான ഒരു പിശാചായി മാറണം. അപ്പോൾ നമ്മുടെ അകത്ത് അഹങ്കാരം കയറിയാൽ, നമുക്കുള്ള அந்த പെരുமை വന്നുവിട്ടാൽ നമ്മൾ പിശാചായി മാറും. നമ്മൾ പിശാചായി മാറിപ്പോയി. പിശാചായി മാറിപ്പോകും. പിശാചായി മാറിപ്പോയി. നമുക്ക് പോലും പലപ്പോഴും മനസ്സിലാവത്തില്ല. നമുക്ക് കൂടെ പല വേളകളിൽ പുരിയാതെ. പക്ഷേ അഹങ്കാരം അകത്ത് കയറിയാൽ, നമ്മുടെ അഹങ്കാരം മനസ്സിലെ ഏറിവിട്ടാൽ 100% നമ്മൾ പിശാചായി മാറും. 100% പിശാചായി മാറിവിടും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ, ഒരു ഊഴിയക്കാരന്റെ, ഒരു ശുശ്രൂഷയിൽ ആമേൻ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ അകത്ത് ഏറ്റവും വലിയ കാര്യമാണ് ബി ഹംബിൾ. വളരെ താഴ്മയോട് ദൈവസന്നിധിയിൽ. ഒരു ദേവ പിള്ളை அல்லது ஊழியம் செய்ய வேண்டிய ஒரு தேவ பிள்ளை இடத்துல കാണപ്പെട വേണ്ടിയത് മിക മുഖ്യമാനത് താഴ്മ. ആമേൻ. യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ ഇവിധമായി சொன்னார். യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറഞ്ഞു. സ്നാപകൻ ഇവിധമായി சொன்னார். ഞാനോ കുറയണം, ഞാൻ സിറുകണോ, നീ പെരുകണം. നീ പെരുകണോ. പറഞ്ഞ ഞാൻ കുറയണം, ഞാൻ സിറുകണോ, നീ പെരുകണോ. നീർ പെരുകണോ. ഞാൻ കുറയണം, ഞാൻ സിറുകണോ, നീ പെരുകണം. നീർ പെരുക வேண்டும். യോഹന്നാൻ 3:30. യോവാൻ 3:30. ആമേൻ. ഞാൻ കുറയണം, ഞാൻ സിറുക வேண்டும், നീ പെരുകണം. നീർ പെരുക வேண்டும். ഇതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഹൃദയം, അവന്റെ സ്വഭാവം. ഒരു ദേവ പിള്ളയുടെ സ്വഭാവത്തിൽ ഇപ്പിടിത്താൻ இருக்க வேண்டும். സാക്ഷാൽ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയവനാണ് യോഹന്നാൻ സ്നാപകൻ. ആണ്ടവരാകിയ യേശു ക്രിസ്തുവെ ജ്ഞാനസ്നാനത്തുക്കുള്ള നടത്തുന്നവൻ താൻ அந்த யோவான் ஸ்நாபகன். നിങ്ങൾ മനസ്സിലാക്കണം, പിതാവാം ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവാകിയ ദേവൻ സായലിൽ இந்த ഉലകത്തിലെ കടന്നു വന്നാർ. ഇത്ര വലിയ ദൈവം ചെറിയ ഒരു മറിയയുടെ ഉദരത്തിനകത്ത് ഒരു പൊട്ടുപോലെ ചെറുതായിട്ട് അവൻ രൂപപ്പെട്ടു.
ஒரு பெரிய இந்த இவ்வளவு பெரிய தெய்வம் ஒரு சாதாரண ஒரு மரியாளுடைய வயிற்றிலே அவர் உற்பத்தியானார். ആമേൻ വലിയ ദൈവം, அவர் பெரிய தெய்வம், ഈ ഭൂമിയിൽ അടങ്ങാത്ത ദൈവം, இந்த உலகம் தாங்காத கொள்ளாத தெய்வம், സ്വർഗത്തിലും ഭൂമിയിലും അടങ്ങാത്ത ദൈവം, இந்த உலகத்திலும் பரலோகத்திலும் அடங்காத தெய்வம். ആമേൻ ഒരിക്കലും ആമേൻ ഇത്ര ചെറുതാകാൻ ആമേൻ ഞാൻ എത്ര താഴ്മ പ്രാപിക്കണം. அவர் അவ்வளவு சிறுமைப்படுத்தி ஒரு இந்த உலகத்திலே வந்தார். ഇത്ര ചെറുതാകാൻ இவ்வளவு சிறுமைப்படுத்துவதற்கு എത്ര താഴ്മ വേണം. எவ்வளவு தாழ்மை தேவை. ഒരു വലിയ ദൈവം, அவர் பெரிய தெய்வம், ഒറ്റ വാക്കുകൊണ്ട് ഭൂമിയെ നിർമ്മിച്ചവൻ, ஒரு வார்த்தையினாலே உலகத்தை சிருஷ்டித்தவர், ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ചവൻ, ஒரு வார்த்தையினாலே எல்லாவற்றையும் சிருஷ்டித்தவர். അത്ര വലിയ ദൈവം, அவ்வளவு பெரிய தெய்வம் ഒരു മറിയയുടെ ഉദരത്തിനകത്ത് ഒരു പൊട്ടുപോലെ കടന്നു വന്നു. ஒரு മറിയാളുടെ വയറ്റിൽ ഒരു ചിന്ന പൊട്ട് പോലെ കടന്നു വന്നു. അവർ കടന്നു വന്ന ഇത്ര വലിയ ദൈവം, ഇവളോ പെരിയ ദൈവം, ഇങ്ങനെ താഴ്മയുണ്ടാകാൻ എത്ര ചെറുതാകണം. എവ്വളവ് இந்த தாழ்மை வரணும்னா நம்ம எவ்வளவு சிறுமைப்படுத்த வேண்டும். ഇത്ര ചെറുതാകാൻ, ഇത്ര താഴ്മയിൽ വരാൻ എത്രത്തോളം അവൻ ചെറുതാകണം. ഇവളവ് താഴ്മ വര വേണ്ടുമാனா നാം എவ்வளவு നമ്മை சிறுமைப்படுத்த வேண்டும். 30 വയസ്സ് വരെ തന്റെ മാതാപിതാക്കൾക്ക് അവൻ കീഴ്പ്പെട്ടിരുന്നു. 30 വയസ്സ് വരെയിലും തന്റെ പെற்றோருக்கு കീഴ്പ്പെട്ടിരുന്നു. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനായ യോഹന്നാൻ സ്നാപകന്റെ മുമ്പിൽ അവൻ സ്നാനപ്പെട്ടു. ഒരു സാധാരണ മനുഷ്യനായ യോവാൻ സ്നാപകന്റെ അടുത്ത് 30 വയസ്സുക്ക് പിൻപ് പോയി ജ്ഞാനസ്നാനം പെറ്റുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി അവൻ സ്നാനപ്പെട്ടു. അവൻ തണ്ണീരിലെ മുങ്ങി എഴുമ്പി അവർ ജ്ഞാനസ്നാനം പെറ്റുകൊണ്ട്. ആമേൻ. യേശുവിനെ തളിച്ചതല്ല, യേശു മുങ്ങി പൊങ്ങി സ്നാനപ്പെട്ടതാണ്. യേശുക്ക് ആരും തളിക്കവില്ല, അവർ മുങ്ങി എഴുമ്പിനാർ. ഇത്ര ചെറുതാകാൻ എത്ര താഴ്മ വേണം. ഇവളവ് തന്നെ സിറുമപ്പെടുത്തണമെന്നാ എവ്വളവ് താഴ്മ വേണ്ടോ. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെ കേൾവി, ഒരു വലിയ വീട് കിട്ടിയാൽ, നമുക്കൊരു പെരിയ വീട് കിടത്തു വിട്ടാൽ, വലിയ വണ്ടി കിട്ടിയാൽ, നമുക്ക് ഒരു നല്ല വാഹനം കിടത്തു വിട്ടാൽ നമ്മൾ താഴെ മേളിലും നടക്കത്തില്ല. നാം കീഴെല്ലാം നടക്ക മാട്ടോം. പിന്നെ നമ്മൾ എയറിലാണ് നടക്കുന്നത്. നമ്മ ഏതോ കാറ്റില് താൻ നടപ്പോ. ബ്രദറെ എന്തുകൊണ്ട് നമ്മുടെ ടോൺ വരെ മാറിപ്പോകും, നമ്മുടെ സംസാരം വരെ മാറിപ്പോകും, സൗണ്ട് കൂടെ മാറിപ്പോയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു നന്മ വന്നാൽ, നമുക്ക് ഏതായാലും ഒരു നന്മ കിടത്തു വിട്ടാൽ, നേരത്തെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാർ, ரொம்ப അൻപായിരുന്നവர்கள் പാസ്റ്ററോട് ചോദിക്കും, പാസ്റ്ററിടത്തിലെ കേൾപ്പാர்கள் എന്തുകൊണ്ട്, എന്ന വിഷയം. നമ്മുടെ അകത്ത് താഴ്മയുണ്ടാകട്ടെ. താഴ്മ കടന്നു വരട്ടെ. നമ്മൾ എത്രത്തോളം താഴുന്നോ ദൈവസന്നിധിയിൽ, ദൈവസമൂഹത്തിൽ എവ്വളവ് താഴ്ത്തുகிறோமோ, നന്മകൾ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നന്മയും ആശീർവാദങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു തടയുണ്ടാകത്തില്ല. അതിലെ എന്ത് തടയും വരാതെ, ഒരിക്കലും അതിനൊരു തടയുണ്ടാകത്തില്ല. അതിലെ എന്ത് തടയും വരാതെ ആമേൻ. ദൈവത്തിന്റെ ആശീർവാദങ്ങൾ നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ആശീർവാദങ്ങൾ നമ്മ வாழ்க்கையில തേടി വന്നുകൊണ്ടേയിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാവിലെ? എത്ര പേർ ഇதை നമ്പുகிறீர்கள்? എന്നിട്ട് പറഞ്ഞേ, ഞാൻ കുറയണം, യേശു എന്നിൽ വളരണം. ഒരു മുறை கூட சொல்லுவோம், நான் சிறுக வேண்டும், அவர் பெருக வேண்டும். ഞാൻ കുറയണം, യേശു എന്നിൽ വളരണം. நான் சிறுக வேண்டும், அவர் பெருக வேண்டும். കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി சொல்லுவோம் ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നേരാ ഗമനത്തെ ചെലുത്തുவோம். നമ്മൾ അപ്പോസ്തല പ്രവൃത്തി, ആമേൻ, പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ആണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്പോസ്തലർ നടപടികൾ 16-ാം അധികാരത്തെ தான் ചിന്തിച്ചു കൊണ്ടുവന്നோம். ആമേൻ. 16-ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. 16-ാം അധികാരത്തിൻ 10ാം വചനം വരെയും ചിന്തിച്ചു. ആമേൻ. 10ാം വാക്യത്തിൽ പറഞ്ഞു, പൗലോസ് ത്രോവാസിലെത്തി. അപ്പോൾ മക്കദോന്യ പുരുഷൻ സ്വപ്നത്തിൽ കടന്നു വന്ന് ദൈവം അവനോട് സംസാരിച്ചു. 10ാം വചനത്തിൽ പഠിത്തം, അവർ ത്രോവാവുക്ക് വന്നപ്പോൾ ദൈവന്റെ മനുഷ്യ ദർശനത്തിലെ അവർക്ക് മക്കദോനിയാവുക്ക് പോകുമ്പടി അവർ ദർശനത്തിലെ കാട്ടിനാർ. പൗലോസ് പ്രാർത്ഥിച്ചു. ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടത് കൊണ്ട് അവന്റെ ജീവിതത്തിനകത്ത് ഒരു വേള തടവ് വന്നെങ്കിലും പിന്നത്തേതിൽ വഴികൾ തുറക്കപ്പെട്ടു. பரிசுத்த ஆவியானவரை சார்ந்திருந்தபடினாலே அவருடைய வாழ்க்கையில் பல தடைகள் வந்தாலும்
ஆண்டவர் அவருக்கு வழிகளை திறந்து கொடுத்தார். ആമേൻ. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക നടത്തിപ്പുണ്ടായിരിക്കും. ஜெபிக்கிறவர்களுக்கு தெய்வீக நடத்துதல் உண்டாகும். പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക നടത്തിപ്പുണ്ടായിരിക്കും. தெய்வீக நடத்துதல் உண்டாகும். പ്രാർത്ഥിക്കാത്തവനെ കാട്ടിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നവന് കഴിയും. ജപിക്കാത്തവர்களை பார்க்கலும் ജപിக்கிறവനെ കൊണ്ട് பெரிய കാര്യങ്ങളെ செய்ய முடியும். കാരണം ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ ശബ്ദം അവന്റെ ഉള്ളത്തിൽ വരും. ഇവൻ ജപിക്കുമ്പോൾ ഇവനുക്ക് ദൈവന്റെ ഒരു ശബ്ദം കേൾക്കും. ആ ദൈവ ശബ്ദമാണ് അവന്റെ ഉറപ്പ്. ആമേൻ. ആ ദൈവ ശബ്ദമാണ് അവന്റെ ധൈര്യം. ആമേൻ. കാൽചൂടുകളെ മുൻപോട്ട് വെക്കുവാൻ അവനുക്ക് அந்த ദൈവന്റെ ശബ്ദം தான் അവൻ മുന്നേറി പോവதற்கு ഒരു വലിയ ധൈര്യത്തെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ പിന്നെയും പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവിക നടത്തിപ്പിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. இந்த காலையிலே பரிசுத்த ஆவியானவர் சொல்கிறார், தேவனுடைய நடத்துதலுக்காக நீங்கள் ஜெபிக்க வேண்டும். ചിലപ്പോഴൊക്കെ നമ്മൾ ചിലരൊക്കെ വിശ്വാസത്താൽ പോയി ലോൺ എടുക്കാറുണ്ട്. ചിലർ നല്ല വിശ്വാസത്തോടെ ലോൺ വാങ്ങ പോവാர்கள். അന്നേരമൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. നല്ല പെരിയ വിശ്വാസം. പിന്നെ ഇവന്മാര് പ്രാർത്ഥിക്കത്തില്ല, ഉഴപ്പന്മാരായിട്ട് മാറും. அதுக்கு பிறகு அவர்கள் ஜெபிக்க மாட்டார்கள். പ്രാർത്ഥിക്കത്തില്ല, ഇവര് പ്രാർത്ഥിക്കാതെ പോകും. അവൻ பிறகு ஜெபிக்காமலே போவார்கள். അപ്പോഴത്തേക്ക് ലോൺ അടയ്ക്കാൻ കഴിയാതെ, പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ടെൻഷനിലോട്ട് പോകും. அதுக்கு பிறகு அந்த லோனை அடைக்க முடியாம டென்ஷன்ல போயிடுவார்கள். അങ്ങനെ ഒരിക്കലും നമ്മൾ ആകരുത്. அப்படி ஒரு நாளும் போக கூடாது. നീ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, നീ പൈസ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ കടം വാങ്ങിയിരിപ്പായാനാൽ, ആ ബാങ്കിൽ നിന്ന് പോയി പൈസ കടം വാങ്ങിയെങ്കിൽ, ബാങ്കിൽ പോയി കടം വാങ്ങിയിരിപ്പായാനാൽ അത് നീ അടച്ചു തീർക്കണം. അത് നീ കട്ടി മുടിക്കണം. അതിന് നീ നിന്റെ ഉറക്കം കുറച്ച് നീ ശരിക്കും പ്രാർത്ഥിച്ചോ. അത് നീ ഉന്റെ തൂക്കത്തെ കുറച്ച് അധികമായി ജപിക്കണം. നമ്മൾ ലോൺ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ശരിക്കും അങ്ങ് ഉറങ്ങും. നമ്മ ലോൺ കിടച്ചിട്ടുണ്ട്, അതുക്ക് പിറகு നിമ്മതിയാ തൂങ്ങി വിടുவோம். പിന്നെ പ്രാർത്ഥന കുറയും, അതുക്ക് പിറகு ജപം കുറയും. പിന്നെ നമുക്ക് ഭയങ്കര നിരാശയിലൂടെ നമ്മൾ കടന്നു പോകും. പല அப்படி அந்த ஒரு பிரச்சனைகளோடு அப்படியே கடந்து போய் கொண்டிருப்போம். നോക്കിയേ, നീ എത്രത്തോളം പ്രാർത്ഥിക്കുമോ, നീ എவ்வளவு അധികമായി ജപിപ്പായോ, എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുമോ, നീ എவ்வளவு അധികമായി ജപിപ്പായോ, അത്രത്തോളം ദൈവിക സമാധാനം നിന്റെ അകത്ത് ദൈവം തരും. അவ்வளவு അധികമായി ദൈവ സമാധാനം ഉനക്കുള്ള കർത്തർ കൊടുപ്പാർ. ദൈവം ഒരുവന്റെ കൂടെ ഉണ്ട് എങ്കിൽ, ഒരുവനിടത്തിലെ ദേവൻ കൂടെ ഇരുപ്പാറാണ്, അവന്റെ അകത്ത് ഭയങ്കര സമാധാനമായിരിക്കും. അവനിടത്തിലെ ഒരു പെരിയ സമാധാനം ഇരിക്കും. എപ്പോഴും നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നതിന്റെ തെളിവാണത്. അത് ദേവൻ എന്നോട് ഇരിക്കാർ എന്ന് சொல்கிற തെളിവുതാണ് അത്. എത്ര പ്രശ്നങ്ങളാണെങ്കിലും, എത്ര പ്രശ്നങ്ങൾ വരട്ടെ, എന്ത് പ്രതിസന്ധികളാണെങ്കിലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും നിന്റെ അകത്തൊരു ദൈവിക സമാധാനം ഉണ്ടായിരിക്കും. ഉള്ളത്തിൽ ഒരു പെരിയ സമാധാനം ഇരിക്കും. ചില വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചാലും ചില വിഷയങ്ങൾക്ക് ഒരു താമസം വരും. ചില കാര്യങ്ങൾക്കായി നിങ്ങൾ ജപിക്കുമ്പോൾ താമസിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യത്തെ പുരിന്തുകൊള്ള വേണ്ടും. ദൈവം ചില നന്മകളെ നമുക്ക് താമസിപ്പിക്കും. ചില നന്മകളെ ആണ്ടവരെ താമസിക്ക பண்ணுவார். പിശാച് ചില നന്മകളെ തടഞ്ഞു വെക്കും. പിശാച് ചില കാര്യങ്ങളെ തടൈ பண்ணி வைப்பான். അത് തമ്മിലുള്ള വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞു തരാം. രണ്ടുക്കുള്ള വ്യത്യാസത്തെ ഞാൻ ചൊല്ലിത്തരലാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങളുടെ ആത്മീക ജീവിതം നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നും ഒരു ആവിക്രിയ ജീവിതത്തിൽ ഒന്നുകൂടെ മുന്നേറി പോവதற்கு ഏതുവായിരിക്കും. പിശാച് തടഞ്ഞു വെച്ചതാണെങ്കിൽ, പിശാച് തടുത്തതായിരുന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം കാണത്തില്ല. வாழ்க்கையில സമാധാനം ഇരിക്കാതെ, നിന്റെ സന്തോഷമെല്ലാം പോകും. സന്തോഷമെല്ലാം പോയിരും. നിന്റെ കുടുംബത്തിൽ സമാധാനം കാണത്തില്ല. കുടുംബത്തിലെ സമാധാനം ഇരിക്കാതെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. തനിപ്പെട്ട வாழ்க்கைയിലും സമാധാനം ഇരിക്കാതെ. അതുമാത്രമല്ല, നിന്റെ കയ്യിൽ ലഭിക്കേണ്ട നന്മകൾ പോലും തടയപ്പെടും. ഉന്റെ കയ്യിൽ വരവേണ്ടിയ പല നന്മകളും തടയപ്പെട്ടു പോയിവിടും. നിന്റെ കരങ്ങളിൽ ലഭിക്കേണ്ട തക്ക സമയത്ത് നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട നന്മകൾ തടയപ്പെടും. നാം ചില വേളകളിൽ പെറ്റുകൊള്ള വേണ്ട ചില നന്മകൾ அப்படியே തടയപ്പെട്ടു പോയിവിടും. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് പിശാച് പദ്ധതികൾ പ്ലാൻ ചെയ്തു വെച്ചതാണ്. ഇത് പിശാച് അവൻ തിട്ടമിട്ട് ചെയ്തു വെച്ച കാര്യം. എന്നാൽ ദൈവമാണ് ചില കാര്യങ്ങൾക്ക് കാലതാമസം വെക്കുന്നത് എങ്കിൽ, നമ്മുടെ ആണ്ടവർ നാം ചില കാര്യങ്ങൾക്ക് തടൈ பண்ணி வைப்பாரானா, ദൈവമാണ് കാലതാമസം വെക്കുന്നതെങ്കിൽ അവർ ചില കാര്യങ്ങൾക്ക് താമസമായി കൊടുപ്പാറാണ്. ഒന്നാമതായി, മുതലാവதாக നിന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. ഉള്ളത്തിൽ ഒരു പെരിയ സന്തോഷം ഇരിക്കും. ഭയങ്കര സമാധാനമായിരിക്കും. ഉള്ളത്തിൽ ഒരു പെരിയ സമാധാനം ഇരിക്കും. ഹൃദയത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. ഉള്ളത്തിൽ നല്ല കുളിർച്ചയാ இருக்கும். എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും. എപ്പോഴും ജപിക്കണമെന്ന് തോന്നും. ഉപവസിക്കണമെന്ന് തോന്നും. ഉപവാസിക്ക വേണ്ടും എന്ന് തോന്നും. വചനം ധ്യാനിക്കണമെന്ന് തോന്നും. വചനം ധ്യാനിക്ക വേണ്ടും എന്ന് തോന്നും. മറിച്ച് പിശാച് ചെയ്യുന്നെങ്കിൽ പിശാച് அதை செய்வானானா, നിന്റെ പ്രാർത്ഥനാ ജീവിതം പോകും. ഉന്റെ ജപ வாழ்க்கை തടയപ്പെടും. ഉപവാസ ജീവിതം പോകും. ഉന്റെ
ഉപവാസ வாழ்க்கை തടയപ്പെടും, വിശുദ്ധി പോകും, പരിശുദ്ധം കുറയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവമാണ് കാലതാമസം വെക്കുന്നതെങ്കിൽ ദൈവം ഉനക്ക് അത് തടയ പണി വൈത്തിരുപ്പാരാനാൽ നിനക്ക് നിന്റെ കയ്യിൽ ലഭിക്കേണ്ട നന്മകൾ ഒരിക്കലും തടയപ്പെടത്തില്ല. ഉന്റെ കയ്യിലെ നീ പെറ്റുകൊള്ള വേണ്ടിയ നന്മകൾ ഒരു നാളും തടയപ്പെടാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം ചൊല്ലുகிறேன். നമ്മളൊക്കെ ഈ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ ചിലരൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ താൻ താമസിച്ചുകൊണ്ടിരിக்கிறோம். വാടകയ്ക്ക് കൃത്യ ഇന്ന ഡേറ്റിൽ നമ്മൾ പൈസ കൊടുത്തിരിക്കണം. அந்த வாடகை வீட்டில் இருக்கும்போது அவளை குறித்த நாள்ல கரெக்டா வாடகை பணம் கட்டியாக வேண்டும். അവരെ ചിരിച്ചു കാണിച്ചാലൊന്നും അവരൊരിക്കലും മൈൻഡ് ചെയ്യത്തില്ല. അവരുടെ പോയി ചിരിച്ച ഉടനെ അവർ அதை பொறுப்படுத்திக் கொள்ள மாட்டார்கள். ഒരിക്കലും അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർ ഒരു കാലം அதை ഏറ്റുകൊള്ള മാട്ടാர்கள். അപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചില കാലതാമസങ്ങൾ ചില വിഷയത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് തോന്നുന്നു. ഉനക്ക് തോന്നും ഉനക്ക് ഏതോ തടൈ താമസം ആകിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷെ ദൈവമാണ് നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നതെങ്കിൽ, ദൈവം അബദ്ധமாக ചെയ്തിരുപ്പാരാനാൽ, ദൈവമാണ് നിന്നെ അവിടെ ആക്കിയിരിക്കുന്നു എങ്കിൽ, ദേവൻ அந்த இடத்துல அந்த சூழ்நிலையில் வைத்திருப்பாரானால், നിന്റെ വാടക സമയത്ത് നിന്റെ കയ്യിൽ അതിനും 2 ദിവസത്തിന് മുമ്പേ അല്ലെങ്കിൽ അന്ന് രാവിലെ നിന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ദൈവം നിന്റെ കാര്യങ്ങളെ ചെയ്തു തീർക്കും. കറക്റ്റ് அந்த കൊടുക്ക വേണ്ടിയ നേരത്തിൽ കൊടുപ്പதற்குரிய സൂழ்நிலையை അവർ ഉരുവാക്കി തരുവാർ. അത് അങ്ങനെ എല്ലാ വിഷയത്തിനകത്തും എല്ലാം അബദ്ധമായി നടക്കുന്നതില്ല. 3, ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേവൻ നമ്മോട് പേശിക്കൊണ്ടിരുപ്പാർ. ആമേൻ. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേവൻ നമ്മോട് പേശിക്കൊണ്ടേ ഇരുപ്പാർ. ചില വിഷയങ്ങൾക്ക് കാലതാമസം വരുന്നു എങ്കിൽ, ചില കാര്യങ്ങൾക്ക് താമസമാகிறது എന്നാൽ ദൈവമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ദേവൻ താൻ ഇதை செய்கிறார் என்று புரிந்து கொள்ள வேண்டும். 1, ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേവൻ നമ്മോട് പേശിക്കൊണ്ടേ ഇരുപ്പാർ. ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദേവൻ നമ്മോട് പേശിക്കൊണ്ടേ ഇരുപ്പാർ. അത് വചനത്തിനകത്തൂടെ സംസാരിക്കും. അവർ വചനത്തെ കൊണ്ട് പേശുവാർ. ദർശനങ്ങൾ തന്ന കർത്താവ് സംസാരിക്കും. ദർശനങ്ങൾ മൂലமாக പേശുവാർ. നിന്നെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നെ ബലപ്പെടുത്തിക്കൊണ്ടേ ഇരുപ്പാർ. ആമേൻ. അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ദൈവം മുടക്കം വരുത്തത്തില്ല. അവർ നാം ചെയ്യ വേണ്ടിയ കാര്യത്തിക്ക് എന്ത തടയും വരാതെ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഏലിയാവോട് ദേവൻ சொன்னார், നീ കെരീത്തിലേക്ക് പോവുക. നീ കെരീത്താറ്റിൻകരയ്ക്ക് പോ. നീ കെരീത്തിലേക്ക് പോവുക. നീ കെരീത്തുക്ക് പോ. ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാകത്തുക്ക് കട്ടളയിട്ടിരിக்கிறேன். ചെല്ലുമ്പോൾ പറയാമെന്ന് കാക്കയോട് പറയാമെന്നല്ല പറഞ്ഞത്. നീ പോകുമ്പോൾ ഞാൻ കാകത്തുക്ക് சொல்றேன்னு சொல்லவில்லை. നീ പോകുന്നതിന് മുൻപേ, നീ പോறதுக்கு മുൻപേ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാകത്തിട ചൊല്ലിവിട്ടേ. രാവിലെ കാക്ക നിനക്ക് അപ്പവുമായിട്ട് വരും. കാലയിലെ കാകം അപ്പത്തോട് വരും. വൈകിട്ടും വരും. സായങ്കാലവും വരും. കെരീത്തിൽ വെള്ളമുണ്ട്. കെരീത്താറ്റിൽ തണ്ണീരുണ്ട്. അപ്പം കഴിച്ച് തണ്ണി കുടിച്ച് നീ അവിടെ സ്വസ്ഥമായിട്ടിരുന്നോണം. അങ്ങേ അപ്പത്തെ പുഷിത്ത് அந்த തണ്ണീരെ കുടിച്ച് സുഖമായി അങ്ങേ இருக்க வேண்டும். എന്തുകൊണ്ട് അമേ ഈ ദൂത് ഏലിയാവ് ആഹാബിനോട് ദൂത് പറഞ്ഞിട്ട് അന്നേ ഏലിയാവിന്റെ ഊഴിയം ദൈവത്തിന് തുടങ്ങിയാൽ പോരായിരുന്നോ? ഇവിധമായി കത്തർ அந்த ആഹാബിടത്തിലെ ചെയ്തി ചൊല്ലിവിട്ട് അവന്റെ ഊഴിയത്തെ ചെയ്തു കൊണ്ടിരുന്നാൽ പോതാതാ? ദൈവം പറയുകയാണ്, നീ കുറച്ചു നാൾ കെരീത്തിലിരിക്കണം. നീ கொஞ்ச നാൾ அந்த കെരീത്തുകളിൽ പോയി ഇരിക്കണം. ഇന്ന് പകൽ ചിലർ കെരീത്തിലായിരിപ്പുണ്ട്. ഇന്നേക്ക് ചിലരെ കെരീത്തില കത്തർ வைத்திருக்கிறார். എന്നാൽ നിനക്ക് അപ്പം വരുന്നുണ്ട്. നിനക്ക് അപ്പം വരുகிறது. നിനക്ക് തണ്ണീ വരുന്നുണ്ട്. നിനക്ക് തണ്ണീർ വരുகிறது. നിനക്ക് അമ്മേ കിടക്കേണ്ടത് കിടക്കുന്നുണ്ട്. നിനക്ക് കിടക്ക വേണ്ടത് എല്ലാം കിടക്കുന്നത്. പക്ഷേ കുഞ്ഞേ നിന്റെ കെരീത്താണ് ഇത്. ഇത് നിനക്ക് കെരീത്ത്. ഇത് നിന്റെ കെരീത്താണ്. ഇത് നിനക്ക് കെരീത്ത്. ഇത് കഴിയുമ്പോൾ നിനക്ക് ഒരു സാരാഫാത്ത് തുറക്കും. ഇത് മുടിയുമ്പോൾ ഉനക്ക് സാരിഫാത്ത് ഒരു കെരീത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ, കെരീത്തിൽ നീ ഉണ്മയായി ഇരുന്നാൽ, നീ വിശ്വസ്തനായി കെരീത്തിൽ നിന്ന് കഴിഞ്ഞാൽ, இந்த കെരീത്തിൽ നീ ഉണ്മയുള്ളവനായി ഇരുന്നാൽ, നിനക്ക് ഒരു സാരാഫാത്ത് നിശ്ചയമായി ദൈവം തുറന്നിരിക്കും. കർത്തർ ഉനക്ക് ഒരു സാരിഫാത്തെ ഉനക്ക് നിശ്ചയമായി തരപ്പാർ. ഏലിയാവ് സാരിഫാത്തിൽ ചെന്നു. அந்த എലിയാ സാരിഫാത്ത് കൂർക്ക് പോനപ്പോൾ അവൻ സാരിഫാത്തിൽ ചെല്ലുന്നതിന് മുമ്പേ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിധവയ്ക്ക് കട്ടളയിട്ടിരിக்கிறேன் എന്ന് சொன்னார். ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിധവയ്ക്ക് കട്ടളയിട്ടിരിக்கிறேன். ഏലിയാവ് സാരിഫാത്തിൽ ചെന്നു. അവൻ എലിയാ സാരിഫാത്തുക്ക് പോനോട് ഒരു വിധവ 2 വിറക് പെറുക്കുന്നത് താൻ കണ്ടു. അവൻ ഒരു വിധവ 2 വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് താൻ பார்த்தான். അവളോട് പറഞ്ഞു, എനിക്ക് കഴിക്കാൻ അട കൊണ്ടുവരിക. എനിക്ക് സാപ്പിട ഒരു അട കൊണ്ടുവാ എന്ന് சொன்னார். അവൾ പറഞ്ഞു, അവൾ சொன்னார், എന്റെ അവസാനത്തെ ഭക്ഷണമാണിത്. ഇത് എന്റെ കടൈശിയ ആഹാരം.
എന്റെ ഒരു ചിന്ത പറഞ്ഞാൽ, എന്റെ സൂழ்நிலை சொன்னால், ആമേൻ, ഏലിയാവിന്റെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച്, இந்த காலகட்டத்தை അനുസരിച്ച്, ഒരു പാസ്റ്റർ ഒരു പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു പാസ്റ്റർ ഒരു പട്ടണത്തിലെ പോന്നാൽ, ഏതെങ്കിലും ഒരു വിശ്വാസ കുടുംബം അവിടെ കാണും. അங்கே ஏதாவது ஒரு விசுவாச குடும்பம் இருக்கும். ഒരു ഗ്ലാസ് തണ്ണി കൊടുക്കാൻ ആരെങ്കിലും അവിടെ കാണും. அங்கே ஒரு கிளாஸ் தண்ணீர் கொடுக்க யாராகிலும் இருப்பார்கள். അതുപോലെ സാരെഫാത്തിൽ ആരും ഇല്ല അവിടെ. அந்த சாரிபாத் ஊர்ல அப்படி யாரும் கிடையாது. ഏലിയാവ് സന്തോഷത്തോടെ സാരെഫാത്തിലോട്ട് ചെല്ലുന്നു. ഏലിയാ அந்த സന്തോഷത്തോടെ സാരിപാത്ത് ഊർക്ക് പോകുகிறார். ആമേൻ, തന്റെ ഹൃദയത്തിൽ എന്റെ ഒരു ചിന്തയാണ്, അവന്റെ ഹൃദയത്തിലെ വിധമായ ഒരു ചിന്ത ഇരുന്നിരിക്കണം. എന്റെ ഒരു ചിന്തയാണ്, என்னுடைய சிந்தை. ആമേൻ, സാരെഫാത്തിലേക്ക് ചെല്ലുമ്പോൾ, അവൻ സാരിപാത്ത് ഊർക്ക് പോകുമ്പോൾ വിധവ തനിക്ക് നേരെ വരും. அந்த விதவை நேரே வருவாள். അപ്പം കൊണ്ടുവരും. ആമേൻ, തനിക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കും എന്ന ചിന്ത തന്റെ അകത്തുണ്ടായിരിക്കാം. ഒരുവേളை அப்படி அவள் நமக்கு வேண்டியதெல்லாம் அவள் கொண்டு வந்து கொடுப்பாள் என்று நினைத்திருக்கலாம். സാരെഫാത്ത് അങ്ങനല്ല. இந்த சாரிபாத் ஒரு விதவை அப்படி அல்ல. സാരെഫാത്തിൽ ഏലിയാവ് ചെന്നിട്ട് വേണം വിധവയ്ക്ക് ഒരു അത്ഭുതം ഉണ്ടാകാൻ. அந்த சாரிபாத் ஊருக்கு அவன் போன பின்புதான் அந்த எலியாவுக்கு ஒரு அற்புதம் நடந்தது. ഏലിയാവ് സാരെഫാത്തിലേക്ക് ചെന്നു. അവൻ എലിയാ அந்த சாரிபாத்துக்கு சென்றார். വിധവ പറയുകയാണ്, ഞങ്ങൾ ഇതും കൂടെ കഴിച്ചിട്ട് മരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ இந்த இருக்கிறதை சாப்பிட்டுவிட்டு சாக போகிறோம். ഒരു മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന വീട്ടിലേക്കാണ് ദൈവം ഏലിയാവിനെ അയച്ചത്. ഒരു சாக போகிற ഒരു കുടുംബത്തിലാണ് ഇവர்கள் എലിയാവെ കർത്തർ അനുപ്പിനാർ. ആമേൻ, ഏലിയാവിന് അവൾ അട കൊടുത്തു. എലിയാവുക്ക് അവൾ അട കൊടുത്താർ. ആമേൻ, ഏലിയാവ് പ്രാർത്ഥിച്ചു. അവളുടെ ക്ഷാമകാലം തീരുന്നിടം വരെയും അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, അവളുടെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോയതുമില്ല. அந்த அப்பத்தை அந்த எலியாவுக்கு அவள் கொடுத்ததினாலே அந்த தேசத்திலே பஞ்சம் தீரும் வரைக்கும் അവളുടെ പാനയിലെ മാവ് ചെലവഴിയവില്ലേ, കലശത്തിൽ എണ്ണ കുറയവേ ഇല്ല. ആ ക്ഷാമകാലം തീരുന്നിടം വരെയും അവരുടെ കുടുംബക്കാർ മുഴുവനും അവൾ മുഖേന അഹോവൃത്തി കഴിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ദേശത്തിലെ പഞ്ചം തീരും വരയ്ക്കും അവളും അവളുടെ കുടുംബത്താർ എല്ലാരും പുഷിത്താർ. അവളുടെ ക്ഷാമകാലത്ത് അവൾ ഒരു ദൈവ മനുഷ്യന് കൊടുത്തു. அந்த பஞ்ச காலத்துல தேவன் அவளுக்கு என்று ஒரு தேவ மனிதனை அனுப்பினார். അവൻ മുഖേന ആ വീടിന്റെ സ്ഥിതിയെ ദൈവം മാറ്റി എഴുതി. அந்த വിധവയുടെ அந்த സൂழ்நிலையை മാറ്റിനാർ. എപ്പോഴും നീ മനസ്സിലാക്കിക്കോണം, നിന്റെ കെരീത്തിൽ നീ വിശ്വസ്തനായിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒരു സരെഫാത്ത് തുറക്കും. നീ കെരീത്തിലെ നീ ഉണ്മയായി ഇരിക്കുമ്പോൾ ഉനക്ക് മുൻപാകെ ഒരു സാരിപാത്ത് തുറക്കും. നീ സാരെഫാത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ നിനക്കൊരു കർമ്മേൽ ദൈവം തുറക്കും. നീ അങ്ങ് സാരിപാത്തിലെ നീ ഉണ്മയായിരിക്കുമ്പോൾ ഉനക്ക് ഒരു കർമ്മേൽ നഗരം തുറക്കും. കെരീത്തിൽ ഏലിയാവിനെ ആർക്കും അറിയത്തില്ല. കെരീത്തിലെ എലിയാവുക്ക് ആരെയും தெரியாது. സരെഫാത്തിലും ഏലിയാവിനെ ആർക്കും അറിയത്തില്ല. സാരിപാത്തൂരിലും ആർക്കും എലിയാവെ தெரியாது. പക്ഷേ ഏലിയാവിനെ ദൈവം പ്രസിദ്ധനാക്കാൻ പോവുകയാണ്. എലിയാവെ കൊണ്ട് കർത്തർ പ്രസിദ്ധപ്പെടുത്ത പോകുகிறார். കെരീത്തിൽ ഇവൻ വിശ്വസ്തനായിരുന്നു. കെരീത്തിൽ അവൻ ഉണ്മയുള്ളവനായിരുന്നു. സരെഫാത്തിൽ ഇവൻ വിശ്വസ്തനായിരുന്നു. സാരിപാത്തിലെ അവൻ ഉണ്മയുള്ളവനായിരുന്നു. എന്തുകൊണ്ട് അവൻ സരെഫാത്തിൽ വിശ്വസ്തനായി എന്ന് ഞാൻ പറയുന്നു. ഏതിനാലെ സാരിപാത്തൂരിൽ അവൻ ഉണ്മയുള്ളവനായിരുന്നാണ്. സാരെഫാത്തിലെ വിധവയുടെ വീട്ടിലാണ് ഏലിയാവ് താമസിച്ചത്. அந்த വിധവയുടെ വീട്ടിലാണ് അവർ തങ്ങിയിരുന്നത്. ചില വർഷങ്ങൾ ഏലിയാവ് സാരെഫാത്തിലെ വിധവയുടെ വീട്ടിൽ താമസിച്ചു. அந்த സാരിപാത്തൂർ വിധവയുടെ വീട്ടിലാണ് ചില വർഷങ്ങൾ എലിയാ തങ്ങിയിരുന്നത്. ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്ന വീടാണ്. ഒരു സഹോദരി, ഒരു വിധവ സഹോദരി തനിച്ച് വാസം பண்ணுகிற ഒരു വീട്. പക്ഷേ അവൻ അവിടെ നിന്ന കാലത്തോളം അവൻ വിശ്വസ്തനായിരുന്നു. அந்த இடத்துல அவன் இருந்த நாள் வரைக்கும் அவன் உண்மையுள்ளவனாயிருந்தான். അവൻ വിശ്വസ്തനായി നിന്നു. അവൻ ഒരു ഉണ്മയുള്ളവനായിരുന്നാൻ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അറിയാം നമ്മൾ ആരാണെന്ന്. നാം തനിയാ ഇരിക്കുമ്പോൾ தான் நம்முடைய தன்மை என்ன என்று விளங்கும். നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അറിയാം നമ്മൾ ആരാണെന്ന്. நம்ம தனியா இருக்கும்போது நம்ம யார் என்று தெரியும். നീ അവിടെ വിശ്വസ്തനായിരുന്നാൽ, നീ അങ്ങേ ഉണ്മയുള്ളവനായി இருந்தாൽ നിനക്കൊരു കർമ്മേൽ ദൈവം തുറന്നിരിക്കും. ഉനക്ക് ഒരു കർമ്മേലെ കർത്തർ തുറപ്പാർ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാവിലെ? இந்த காலையில எத்தனை பேர் நம்புகிறீர்கள்? എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ഇதை നമ്പുகிறீர்கள்? പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പരിശുദ്ധ ആവിയാനവർ എന്നോട് சொல்லுகிறார், ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടി ചില കർമ്മേലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം കർമ്മേൽ തുറക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ നിങ്ങൾക്കൊരു ഹോണറിങ്, ഒരു ബഹുമാനം ദൈവം തരാൻ പോവുകയാണ്.
நீங்கள் வேலை செய்கிற இடத்துல கர்த்தர் ஒரு பரிசு கொடுக்க போகிறார். ആമേൻ. നിങ്ങൾ ആയിരിക്കുന്ന ഓഫീസുകളിൽ ആമേൻ നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ ഒരു ബഹുമാനം, ഒരു ഹോണറിംഗ്, ഒരു ദൈവിക ബഹുമാനം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ്. ദൈവിക ഒരു പரிசு உங்களுக்கு കൊടുക്കപ്പെടാൻ പോകുന്നത്. ആമേൻ. ചിലർക്ക് ആമേൻ സാലറിയിൽ ഒരു വർധനം ഉണ്ടാകാൻ പോവുകയാണ്. ശമ്പളത്തിൽ ഒരു ഉയർവ് கிடைக்க പോകുகிறது. ചില സാലറിയിൽ വർധനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ശമ്പളത്തിലെ ഒരു പെരുക്കം ഉണ്ടാകട്ടെ. ആമേൻ. നിന്റെ തടയപ്പെട്ട ആ നന്മകളെല്ലാം ഒഴുകി വരികയാണ്. உங்களுக்கு தடைப்பட்ட அந்த ஆசீர்வாதங்கள் எல்லாம் உங்களுக்கு திறக்கப்படுகிறது. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ മുമ്പിൽ കർമ്മേൽ തുറക്കുകയാണ്. எனக்கு முன்பாக ஒரு கர்மேல் திறக்கப்பட போகிறது. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കെരീത്തിൽ വിശ്വസ്തനായിരുന്നാൽ, കേരിയത്തിലെ ഉണ്മയുള്ളവനായിരുന്നാൽ, സരഫത്തിൽ വിശ്വസ്തനായിരുന്നാൽ, സാരിഫാത്തിലെ ഉണ്മയുള്ളവനായിരുന്നാൽ, നിന്റെ മുമ്പിൽ നിന്റെ തല ഉയർത്തുന്ന ഒരു കർമ്മേൽ വെളിപ്പെടും. ഉന്റെ തലയെ ഉയർത്തുகிற ഒരു കർമ്മേൽ വെളിപ്പെടും. നിന്റെ തല ഉയർത്തുന്ന ഒരു കർമ്മേൽ വെളിപ്പെടും. ഉന്റെ തലയെ ഉയർത്തുகிற ഒരു കർമ്മേൽ വെളിപ്പെടും. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞു. വല്ലമേ ഒരു ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? അത് നമ്പുகிறீர்களா? വിശ്വസിക്കുന്നോ? അത് നമ്പുகிறீர்களா? വിശ്വസ്തരായിരിക്കാം. നമ്പിക്കയോടെ ഇരുப்போம். നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. இப்படி சொன்னால் இப்படியே சொல்லிக்கொண்டு போகலாம். ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വചനത്തിലേക്ക് നേരായി തിരുമ്പി വരலாம். നമ്മൾ ചിന്തിച്ചു പൗലോസ് ത്രോവാസിൽ വന്നു. പൗൽ അങ്ങ് ത്രോവ പട്ടണത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക നടത്തിപ്പുണ്ടായിരിക്കും. ജപിക്കുന്നവർക്ക് ഒരു ദൈവിക വഴിനടത്തൽ ഉണ്ടാകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തല നടപടികൾ 12-ാം അധികാരത്തിൽ മുതൽ വചനത്തെ വാസിக்கலாம். അക്കാലത്തിലെ രാജാ സഭയിലെ ചിലരെ തുன்பപ്പെടുത്ത തുടങ്ങി. യോവാനുടെ സഹോദരനാകിയ യാക്കോബை പട്ടയത്തിനാലെ കൊല ചെയ്താൻ. മതി. ഇവിടെ പറയുന്നു, ഇங்கே சொல்லப்பட்டிருக்கிறது, അക്കാലത്ത്, அந்த காலத்திலே ഹേരോദാവ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു. ചില ഹേരോദ് രാജാ സഭയിലെ ചിലരെ തുன்பപ്പെടുത്ത തുടങ്ങിനാൻ. ആമേ. അക്കാലത്ത് ഹേരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുകയാണ്. അങ്ങേ സഭയിലിരുന്ന് ചിലരെ ഹേരോദ് രാജാ പിടിക്கிறாൻ. അതിന്റെ അകത്തെ പ്രധാനിയായ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അങ്ങേ പാർക്കുമ്പോൾ യോവാനിൻ സഹോദരൻ യാക്കോബെ പട്ടയത്തിനാൽ കൊല ചെയ്താൻ. ആമേൻ. ഈ യാക്കോബ് എന്ന് പറയുന്നവൻ അപ്പോസ്തലനാണ്. യാക്കോബ് എന്ന് ചൊല്ലുகிறവൻ അപ്പോസ്തലൻ. ആമേൻ. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം ആമേൻ സഭ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽക്ക് പിൻപ് അവരുടെ സഭ പെരുകിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സഭ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഹേരോദാവ് ദൈവസഭയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുകയാണ്. ദേവസഭ വളരുമ്പോൾ ഹേരോദ് സഭയ്ക്ക് വിരോധമായി എഴുമ്പുகிறாൻ. അതിന്റെ അകത്ത് പ്രധാനിയായിരുന്ന അപ്പോസ്തലനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അങ്ങേ പ്രധാന അപ്പോസ്തലനായ യാക്കോബെ പട്ടയത്തിനാൽ വെട്ടിക്കൊണ്ടാൻ. ആമേൻ. സെബദിയുടെ മക്കളായിരുന്നു യാക്കോബും യോഹന്നാനും. സെബദിയുടെ പിള്ളകളായിരുന്നാர்கள் യാക്കോബും യോവാനും. മാർക്ക് 10:35. മാർക്ക് 10:35. குமாரராகிய யாக்கோபும் யோவானும் அவரிடத்தில் வந்து, போதகரை நாங்கள் கேட்டுக்கொள்ள போகிறதை நீர் எங்களுக்கு செய்ய வேண்டும் என்று விரும்புகிறோம் என்றார்கள். வாய்ச்சார் அடுத்த வாக்கியம். அவர்களை நோக்கி, நான் உங்களுக்கு என்ன செய்ய வேண்டும் என்று விரும்புகிறீர்கள் என்று கேட்டார். அதற்கு அவர்கள், உமது மகிமையிலே எங்களில் ஒருவன் உமது வலது பார்சத்திலும் ஒருவன் உமது இடது பார்சத்திலும் உட்கார்ந்திருக்கும்படி எங்களுக்கு അരുൾ செய்ய வேண்டும் என்றார்கள். നോക്കിയേ, ഇവിടെ പറയുകയാണ് സെബദി തന്റെ ഈ രണ്ട് പുത്രന്മാർ വന്ന് യേശുവിനോട് പറയുകയാണ്, സെബദിயின் കുമാരനാകിയ യാക്കോബും യോവാനും യേശുവിടത്തിൽ ചൊല്ലുகிறார்கள், ഗുരുവേ, ഞാൻ നിന്നോട് ചിലത് യാചിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യത്തെ ഉമ്മിടത്തിൽ കേൾக்கிறேன். യേശു ചോദിച്ചു, എന്താണത്? യേശു അത് എന്നാ എന്ന് കേട്ടാൽ അവർ പറയുകയാണ്, നിന്റെ മഹത്വത്തിൽ ഞാൻ വരുമ്പോൾ, നീ ഉമ്മുടെ മഹിമയോട് വെളിപ്പെടുമ്പോൾ ഞങ്ങളിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കണം. ഞങ്ങളിലെ രണ്ടുപേരിലെ ഒരുവർ വലതുപുറത്തിലും ഒരുവർ ഇടതുപുറത്തിലും ഉட்கார வேண்டும். ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇവർക്കുള്ള നല്ല ഒറ്റുമൈ. സ്നേഹമില്ലെങ്കിൽ പറഞ്ഞേനെ, സ്നേഹമില്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ. ഒറ്റുമൈ ഇല്ലാமல் இருந்தால் യാക്കോബിനെ വേണ്ട, എന്നെ മാത്രം ഇരുത്തിയാ മതി. യാക്കോബ് വേണ്ട, എന്നെ മാത്രം ഉட்கார வையும் என்று சொல்லியிருந்தார். യാക്കോബ് യോഹന്നാൻ
ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. യാക്കോവും യോവാനും ரொம்ப സ്നേഹിതர்கள். ആമേൻ. ഇവൻ പറയുകയാണ് ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തും ഇടത്തണം. ഒരുവരെ വലതുപുറത്തിലും ഒരുവരെ ഇടതുപുറത്തിലും ഉட்கார வைக்கணும். ആമേൻ. യേശു പറഞ്ഞു, യേശു சொன்னார், നിങ്ങൾ ഇത് ചോദിക്കുന്നത് ആമേൻ യാചിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ കേൾക്കുന്നത് என்ன என்று உங்களுக்கு புரியவில்லை. ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഏതെന്ന് നിങ്ങൾ പുരിந்துകൊള്ളവില്ല. കാരണം ഇതൊരു വലിയ ദൈവ പ്രസന്നം വെളിപ്പെടേണ്ട കാര്യമാണ്. ഇത് ദൈവ പ്രസന്നം വെളിപ്പെട വേണ്ടിയ ഒരു കാര്യം. കാരണം മഹത്വത്തിൽ യേശു വരുമ്പോൾ, യേശു തന്റെ മഹിമയോട് വരുമ്പോൾ ഒരുവൻ വലത്തും ഒരുവൻ ഇടത്തും നിൽക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നതിന് തുല്യമാണ്. അവൻ ഒരുവൻ വലതുപുറത്തിലും ഇടതുപുറത്തിലും നിൽക്കുന്നത് ദേവന്റെ മഹിമയെ ചുമപ്പதற்கு അത് ഏറ്റവും വലിയ കാര്യമാണത്. അത് മിക മുഖ്യமான ഒരു കാര്യം. കർത്താവായ യേശു പറഞ്ഞു, യേശു சொன்னார், നീ ചോദിക്കുന്നതിന്റെ വലിപ്പം നീ മനസ്സിലാക്കുന്നില്ല. നീ കേൾക്കുന്നതിന്റെ അതിന്റെ അർത്ഥം ഉനക്ക് പുரியவில்லை. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിനക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ കുടിക്കുന്ന പാത്രത്തിലെ നീ കുടിക്ക முடியுமா? ഞാൻ ഏൽക്കുന്ന സ്നാനത്തിലൂടെ നിനക്ക് പോകാൻ കഴിയുമോ? ഞാൻ പോകുന്ന സ്നാനത്തിലൂടെ നീ പോക முடியுമോ? അവര് പറഞ്ഞു, ഞങ്ങൾ കുടിക്കും, ഞങ്ങൾക്ക് പോകാൻ കഴിയും. കുടിക്ക முடியும், ഞങ്ങൾ പോക முடியும் എന്ന് சொன்னார்கள். എന്നിട്ട് യേശു പറഞ്ഞു, அப்பொழுது യേശു சொன்னார், നിങ്ങൾ അത് പാനപാത്രം കുടിക്കും, നിങ്ങൾ അതിലൂടെ കടന്നു പോകും. നിങ്ങൾ ഇത് കുടിപ്പീர்கள், அந்த വഴിയാ നിങ്ങൾ പോവീர்கள். പക്ഷേ എന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ നിയമിക്കുന്നത് ഞാനല്ല, എന്റെ പിതാവാണ്. വലതുപുറം ഇടതുപുറത്തിലെ ഉட்கார பண்ணுகிறது ഞാനല്ല, എൻ പിതാവ്. കാരണം ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. இந்த பூமியிலே நான் வந்தது என்னுடைய விருப்பத்தை நிறைவேற்றுவதற்கல்ல, என் பிதாவின் சித்தத்தை செய்யும்படி வந்தேன். ഈ കാര്യം ഇവർ യേശുവിനോട് ചോദിച്ചപ്പോൾ, இந்த காரியத்தை இயேசுவிடத்தில் அவர்கள் கேட்டபோது, ഈ ആമേൻ അടുത്ത് നിൽക്കുന്ന 10 പേർക്ക് ഇത് കേട്ടപ്പോൾ അവനോടൊരു നീരസം തോന്നി. ഇത് அந்த மற்ற 10 പേർക്ക് ഇവരുടെ മേൽ ഒരു പൊറാമ എരിച്ചൽ ഉണ്ടാനது. ഇവർ രണ്ടുപേരും യേശുവിന്റെ വലത്തും ഇടത്തുമുള്ള സീറ്റ് അവരെടുത്തു. യേശുവിന്റെ വലതും ഇടതുപുറമുള്ള அந்த സീറ്റ് അവர்கள் രണ്ടുപേരും എടുത്തുകൊണ്ടാர்கள். ഇനി 10 പേരായി ഞങ്ങൾക്ക് ഇനി എവിടാണ് സീറ്റ് കിടക്കുന്നത്? നമ്മ 10 പേർക്ക് എങ്ക കിടക്കും സീറ്റ്? ഇവരിത് ഇങ്ങനെ ചെവി കൂർമ്മച്ച് കേട്ടവര്, ഇവർക്ക് കാത് കൊടുത്ത് കേട്ടാர்கள். ചെല്ലുണ്ട് നമ്മള് ഇതൊക്കെ കേൾക്കാൻ അവർക്ക് ഭയങ്കര മിടുക്കാണ്. ഇതിലെ കേൾക്കുന്നതൊക്കെ അതിലെ ரொம்ப തുടിതുടിപ്പ്. നല്ല കാര്യമൊന്നും കേൾക്കത്തില്ല, നല്ലതൊന്നും കേൾക്ക മാട്ടാറ്. എന്തെങ്കിലും പോരായ്മ കേൾക്കാൻ അവർക്ക് ഭയങ്കര മിടുക്കാണ്. തവറാன കാര്യങ്ങളെ കേൾക്കുന്നതിലെ ரொம்ப കവനമാ இருப்பார்கள். 10 പേര് നിന്ന് കേട്ടു ഈ കാര്യം. 10 പേര് இந்த കാര്യത്തെ കേട്ടാர்கள். ആമേൻ. എന്നിട്ട് ഈ 10 പേര് ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇപ്പൊ அந்த 10 പേരും ഉണ്ട്, இந்த 2 പേരും തനിമേ. 10 പേരും ഒരു ഗൂഢാലോചന കൂടി. 10 പേരും ഒരിടത്തിലെ കൂടുന്നാர்கள். ഇവരെ നമുക്ക് ഒറ്റപ്പെടുത്തണം, ഇവരെ തനിമപ്പെടുത്തണം, ഇവരെ നമുക്ക് തനിമപ്പെടുത്തണം, ഇവരെ തനിമപ്പെടുത്തണം. കാരണം ഇവർ നമ്മളോട് ചോദിക്കാനാണ് ഇവന്മാര് പോയി യേശുവിനോട് ചോദിച്ചത്. നമ്മിടത്തിലെ ഒന്നും യോസിക്കാമ പോയി യേശുവിടത്തിലെ കേട്ടുവിട്ടാർ. കാരണം പത്രോസ് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഇതിലെ പേതുരു റെഡിയാ നിൽക്കണം വലത്തുവശത്തിരിക്കാൻ വേണ്ടി, വലതുപക്കം ഉட்காരുம்படியாக. മറ്റുള്ള പല ശിഷ്യന്മാരുടെ അകത്ത് പല ചിന്തകളുണ്ട്, മറ്റു ശിഷ്യരുടെ പല ചിന്തകളുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബും യോഹന്നാനും പോയി ചോദിക്കുന്നത്, ഇടത്തും വലത്തും ഞങ്ങളെ ഇരുത്തണം. അതിലதான் ഇവர்கள் இருக்கும்போதுதான் യാക്കോബും യോവാനും കേൾക്കുന്ന നാങ്ക വലതു പക്കവും ഇടതു പക്കവും ഉட்காரணும். ഇവർക്ക് അകത്തൊരു നീരസം വന്നത് യേശു കണ്ടു. ഇവർക്കുള്ള இருக்கிற அந்த பிரிவினை യേശു பார்த்த. യേശുവിന് മനസ്സിലായി ഇവർ അകത്ത് പിറുപിറുക്കുകയാണ്. ഇവരുടെ മനസ്സിലെ ഇവர்கள் മുറുമുറുത്തു കൊണ്ടിരിக்கிறார்கள். യേശുവിന് മനസ്സിലായി ഇവർ പിറുപിറുക്കുകയാണ്. ഇവർക്ക് യേശുക്ക് പുരിന്തത് ഇവர்கள் മുറുമുറുത്തു കൊണ്ടിരിக்கிறார்கள். വേദപുസ്തകം പറയുന്നു, വേദപുസ്തകം ചൊല്ലുகிறது, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. ഞാൻ ഉட்கார்றதுം എഴുന്നേൽക്കുന്നതും ദേവൻ അറിഞ്ഞിരിக்கிறார். എന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അവൻ ദൂരവേ നിന്നും ഗ്രഹിക്കുന്നു. എന്റെ ഹൃദയത്തിലെ இருக்கிறது ദൂരത്തിലെ ഇരുന്നേ കവനിக்கிறார். നീ പുറമേ ചിരിച്ചാലും, നീ പുറമേ ചിരിത്തുകൊണ്ടാലും, നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഹൃദയം ശരിയല്ലെങ്കിൽ, നീ ഉന്റെ ഹൃദയം ശരിയായി ഇല്ലാവിട്ടാൽ 100% നമ്മളുടെ യാഗം ദൈവം പ്രസാദിക്കത്തില്ല. 100% നമ്മുടെ ബലിയെ കർത്തർ അംഗീകരിക്ക മാട്ടാർ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർ പുരിந்து கொண்டீர்கள்? പുറമേ 32 പല്ലും കാണിച്ച് നമ്മൾ ചിരിച്ചാലും, 32 പല്ലും വെളിയെ തെരിகிறது மாதிரி നിങ്ങൾ ചിരിത്താലും, നിന്റെ ഹൃദയത്തിനകത്ത് സ്നേഹമില്ലാത്ത ചിരിയാണെങ്കിൽ, ഉന്റെ ഉള്ളത്തിലെ அந்த உண்மையான
அன்பு இல்லாம சிரிக்கிறாய் என்றால் നിന്റെ ഹൃദയം ശരിയല്ല എങ്കിൽ உன் இருதயம் சரி இல்லாமல் இருக்குமானால் നീ എത്ര പ്രൈസ് ലോർഡ് കൊടുത്താലും நீ எத்தனை பிரைஸ் தி லார்ட் சொன்னாலும் നീ എത്ര ചിരിച്ചാലും நீ எவ்வளவு சிரித்தாலும் എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ സ്നേഹമില്ല എങ്കിൽ உன் இருதயத்திலே இயேசுவுடைய அன்பு இல்லாவிட்டால் ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ അതിനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. தேவன் அவர்களை பரலோகத்திலே ஒரு காலம் அங்கீகரிக்க மாட்டார். യേശു അവനെ അടുത്ത് വിളിച്ചു. இயேசு அவர்களை பக்கத்திலே கூப்பிட்டார். 42 വാക്യം 42 42ാമത്തെ വാക്യം 42வது வசனம் வாசிப்போம். அப்பொழுது இயேசு அவர்களை கிட்ட வர செய்து புறஜாதியாருக்கு அதிகாரிகளாக எண்ணப்பட்டவர்கள் அவர்களை இருமாப்பாக ஆளுகிறார்கள் என்றும் அவர்களில் பெரியவர்கள் அவர்கள் மேல் கடினமாய் அதிகாரம் செலுத்துகிறார்கள் என்றும் நீங்கள் അറിந்திരിக்கிறீர்கள். ഇവിടെ യേശു പറയുകയാണ്, இங்கே இயேசு சொல்லுகிறார், നിങ്ങൾ ഇപ്പോൾ നീരസപ്പെട്ടു, നിങ്ങൾ ഇപ്പോൾ അവരോട് പോരായ്മ വന്നു, இப்பொழுது உங்களுக்கு அவர்கள் மேல பொறாமை வந்தது. ഇതെങ്ങനെയാണ് നിങ്ങളുടെ അകത്ത് വന്നത്? இது எப்படி உங்கள் உள்ளத்துல வந்தது? ഇതെങ്ങനെയാണ് ഈ ചിന്ത നിങ്ങളുടെ അകത്ത് കയറിയത്? இப்படிப்பட்ட சிந்தை உங்களுக்குள்ள எப்படி வந்தது? ജാതികളിൽ ഉള്ളവൻ നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നു. ജാതികളുടെ ദൈവം, ജാതികളുടെ ദൈവം നിങ്ങളിൽ കർത്തൃത്വം നടത്താൻ 40 உங்கள் மேல் அதிகாரம் செலுத்துகிறார்கள். ജാതികളുടെ ദൈവം നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നു. ஜாதிகளுடைய தெய்வம் உங்கள் மேல் புறஜாதிகளுடைய காரியங்கள் அவர்கள் உங்களுக்கு அதிகாரம் செலுத்துகிறார்கள். പുറംജാതികളുടെ ദൈവം നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നു. புறஜாதிகளுடைய அதிகாரிகள் உங்களிடத்தில் அதிகாரம் செலுத்துகிறார்கள். ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ஒரு காரியத்தை நீங்கள் புரிந்து கொள்ள வேண்டும். ഇവർ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? அவர்கள் இப்பொழுது நிற்கிறது எங்கே? സർവശക്തനായ ദൈവപുത്രന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. സർവ വല്ലമയുള്ള ദേവകുമാരനുക്ക് മുൻപാകെ നിன்று കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നത്. യേശുவுக்கு മുൻപാകെ தான் நின்று கொண்டிருக்கிறார்கள். അന്നേരം യേശു പറയുകയാണ്, அப்படி இருக்கும்போது இயேசு சொல்லுகிறார், എടാ നിന്റെ അകത്ത് എന്റെ അകത്തിരിക്കുന്ന ആത്മാവല്ല നിന്റെ അകത്ത് വസിക്കുന്നത്. ഇപ്പോൾ എന്റെ അകത്തുള്ള ആത്മാവല്ല നിന്നെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. നീ எனக்குள்ள இருக்கிற ആത്മാ ഇല്ല ഉനക്കുള്ള ക്രിയ ചെയ്യുന്നത്. ഇത് പുറംജാതിയുടെ ആത്മാവാണ്. ഇത് പുറജാതികളുടെ ഒരു ആവി. ഇവിടെ നിൽപ്പിപ്പോൾ എവിടെയാണ്? ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? നീ இப்பொழுது നിൽക്കുന്നത് എங்கே? യേശുവിന്റെ കൂടെയാണ് നിൽക്കുന്നത്. യേശുവിന്റെ പക്കത്തിൽ தான் നിൽക്கிறாய். അന്നേരവും പിശാചിന്റെ സ്വാധീനം ഇവരുടെ മേൽ വരികയാണ്. ഇവർക്കുള്ള அந்த பிசாசுடைய சுபாவம் இவர்களுக்குள்ளே வருகிறது. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇതിലെ നാം சொல்லுகிறது புரிகிறதா? കാണുന്ന രീതിയിൽ യേശുവിന്റെ കൂടെ നിൽക്കുകയാണ്. അവർ பார்க்கிறதுக்கு യേശുവിന്റെ പക്കത്തിൽ தான் നിൽக்கிறார்கள். അപ്പോൾ പൈശാചിക സ്വാധീനം ഇവരെ നിയന്ത്രിക്കുന്നുണ്ട്. ആனா ഉള്ള இருக்கிறது பிசாசுடைய சுபாவம். ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ യേശു പത്രോസിനോട് പറഞ്ഞു, ഒരു മുറ യേശു പേതുരുവോട് சொன்னார், പിശാചേ നീ എന്നെ വിട്ടു പോ. പിശാചേ എന്നെ വിട്ടു പോ. യേശുവിന്റെ കൂടെ നിൽക്കുമ്പോഴാ, എங்கே നിൽക്കാതെ യേശുവിന്റെ കൂടെ അവർ നിൽക്കുമ്പോഴാണ്, യേശുവിന്റെ പക്കത്തിൽ നിൽക്കുമ്പോഴാണ് യേശു പറയുകയാണ്, യേശു சொல்லுகிறார், പിശാചേ നീ എന്നെ വിട്ടു പോ. എനിക്ക് പിന്നാലെ പോ. അപ്പോൾ ഇവൻ എപ്പോഴും ഊടാടി സഞ്ചരിക്കുകയാണ്. അവൻ അവതമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ അകത്ത് ഇത് വന്നപ്പോൾ യേശു പറഞ്ഞു, അവനുക്കുള്ള இந்த தன்மை வந்தபோது യേശു சொன்னார், നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആകരുത്. ഉങ്ങൾക്കുള്ള இப்படி இருக்க கூடாது. നിങ്ങൾ മഹാനാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങൾ பெரிய ஆளாகணும்னு நினைச்சா നിങ്ങൾ ശുശ്രൂഷക്കാരനാകണോ. നിങ്ങൾ എല്ലാവരിലും சிறியவர்களா இருக்க வேண்டும். നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, நீ முதன்மையா இருக்க வேண்டும் என்று நினைத்தால் നിങ്ങൾ ദാസനാകണം. പണിവിടക്കാരനായി മാറ வேண்டும். യേശു പറയുകയാണ്, യേശു சொல்லுகிறார், നിങ്ങൾ വലിയ ആളാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, பெரிய ஆளாகணும்னு நினைச்சா ഒന്നാമതായി നിങ്ങൾ ദാസനാകണം. முதலாவது நீங்கள் ஒரு ஊழியக்காரர் പണിവിടക്കാരനാകണം. യേശു കർത്താവ് കർത്താവിന്റെ മേശയുടെ സമയത്ത് യേശു அந்த 12 പേരോട് പന്തി இருக்கும்போது യേശു കർത്താവ് ടർക്കി എടുത്തു. യേശു ഒരു മുறை அந்த ടവலை എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. ശിഷ്യരുടെ കാലുകളെ കഴുകിനാർ. യേശുവിന് അതിന്റെ കാര്യമുണ്ടോ? അവർ കഴുക വേണ്ടിയ தேவைയുണ്ടോ? പക്ഷേ അവൻ കാല് കഴുകുകയാണ്. അവർ അവതമായി കാലുകളെ കഴുകിനാർ. ആ താഴ്മ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. அந்த தாழ்மை நமக்குள்ளேயும் கடந்து வர வேண்டும். ആ താഴ്മ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. அந்த താഴ്மை நமக்குள்ளே கடந்து வர வேண்டும். ആമേൻ. നമ്മൾ വലിയ ആളാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നാം പെരിയ ആൾ എന്ന് നിனைத்து കൊണ്ടിരിക്ക കൂടാതെ, എന്റെ സഹോദരനെ ഞാൻ എന്നെക്കാളും ശ്രേഷ്ഠനാണെന്ന് ഞാൻ കാണണം. என்னுடைய சகோதரனை என்னை காட்டிலும் அவன் மேன்மையாக எண்ண வேண்டும். അങ്ങനൊരു മനോഭാവം എന്റെ അകത്തുണ്ടായിരിക്കണം. அப்படிப்பட்ட ஒரு மனத்தன்மை நமக்குள்ள இருக்க வேண்டும். ആ യാക്കോബിനെയാണ് ഇവിടെ ഹേരോദാവ് കൊന്നത്. அந்த யாக்கோபு தான் ஏரோது இங்கே கொலை செய்தார். മനസ്സിലായോ ഏത് യാക്കോബാണെന്ന്?
அந்த அப்பொழுது அவங்களுக்கு புரிந்ததா எந்த யாக்கோபு என்று? സെബദിയുടെ മക്കളായ ഒരു യോഹന്നാൻ യാക്കോബിലെ ആ യാക്കോബിനെയാണ് ഇവിടെ செபதேயின் மகனாகிய யாக்கோபு யோவான் என்ற அந்த ரெண்டு பேர்ல அந்த யாக்கோபை ഇവിടെ ഹെരോദാവ് കൊന്നു. ഹെരോദ് കൊலை ചെയ്தான். അത് യഹൂദന്മാർക്ക് പ്രസാദമായി മാറി. അത് യൂദർക്ക് ரொம்ப സന്തോഷമായി ഇരുന്നത്. ഈ ഹെരോദാവിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദുഷ്ടയാത്മാവാണ് അഭിഷക്തന്മാരെ അഭിഷേകമുള്ളവരെ കൊല്ലുക. അവനുക്കുള്ള ഇരുന്ന ഹെരോദുക്കുള്ള ഇരുന്ന அந்த அசுத்த ஆவிதான் இந்த பரிசுத்தவான்களை தேவ பிள்ளைகளை கொலை செய்கிறது. അഭിഷേകമുള്ളവരെ കൊല്ലുക. அபிஷேகம் பெற்றவர்களை கொலை செய்வது. ഇന്നും അങ്ങനത്തുള്ള ആൾക്കാരുണ്ട്. இப்படி இன்றைக்கும் அப்படிப்பட்டவர்கள் இருக்கிறார்கள். ഇന്നും ദൈവസഭയ്ക്കകത്തും അങ്ങനത്തുള്ള ആൾക്കാരുണ്ട്. സഭയ്ക്കുള്ളും அப்படிப்பட்டவர்கள் இருக்கிறார்கள். അഭിഷേകമുള്ളവരെ നാക്കുകൊണ്ട് കൊല്ലുക. அபிஷேகம் பெற்றவர்களை நாக்கினாலே சாகடிக்கிறது. അഭിഷേകമുള്ളവനെ വാക്കുകളാൽ കൊല്ലുക. அபிஷேகம் பெற்றவர்களை வார்த்தையினாலே கொல்லுகிறது. അഭിഷേകമുള്ളവനെതിരെ അപവാദം പറയുക. அபிஷேகம் பெற்றவர்களை അവമാനപ്പെടുത്തുகிறது. അഭിഷേകമുള്ളവന്റെ ആരാധന കണ്ടിട്ട് അവനെ കളിയാക്കുക. അഭിഷേകം പെറ്റവന്റെ ആരാധനയെ പാർത്തുവിട്ട് പരിഹാസം பண்ணுகிறது. ഒറ്റ കാര്യമുള്ളൂ, ആമേൻ, ഈ യാക്കോബിനെ കൊന്നതുപോലെ ഇവന്റെയും ആത്മീക ജീവിതം, ഇവന്റെ ഊഴിയം, ഇവന്റെ ശുശ്രൂഷ എങ്ങനെങ്കിലും തകർക്കണം. യാക്കോബை കൊலை ചെയ്തതുപോലെ ഇവന്റെ ഊഴിയത്തെ, ഇവന്റെ வாழ்க்கையை ഒന്നുമില്ലാமல் തകർക്ക வேண்டும். ഒരിക്കലും നമ്മളുടെ അകത്ത് ഹെരോദാവിന്റെ ദുഷ്ടവ്യാപാരം കയറരുത്. ഒരു നാളും அந்த ഹെരോദുடைய ആവി നമുക്കുള്ളே ക്രിയ ചെയ്യக்கூடாது. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവ്, ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്ന നാവ്, അത് ശിഷ്യന്മാരുടെ നാവാണ്. അത് ശിഷ്യരുടെ നാവ്. തളർന്നിരിക്കുന്നവരെ കൈപിടിച്ചുയർത്താനുള്ള നാവാണ്. തളർന്നവരെ എഴുപ്പിവിട വേണ്ടിയ നാവ്. തളർന്നിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തുന്ന നാവാണ് നമ്മുടെ നാവ്. കൈപിടിച്ച് തൂക്കിവിട വേണ്ടിയ നാവ്. നമ്മുടെ അടുത്ത് ഒരുവൻ വന്നാൽ, നമ്മുടെ അടുത്ത് ഒരാൾ വന്നാൽ, നമ്മിടത്തിൽ ഒരുവർ വന്നാൽ, അവൻ എത്ര തളർന്നിരിക്കുകയാണെങ്കിലും, അവൻ എவ்வளவு തളർന്നിരുന്നാലും നമ്മുടെ നാവിനാൽ അവനെ ഉയർത്തണം. അവൻ നമ്മുടെ വാർത്തയിനാൽ അവനെ തൂക്കിവിട വേണം. നമ്മുടെ നാവിനാൽ അവനെ ഉയർത്തണം. നമ്മുടെ വാർത്തയിനാൽ അവനെ തൂക്കിവിട വേണം. അതാണ് ശിഷ്യന്മാരുടെ നാവ് എന്ന് പറയുന്നത്. അതാണ് ശിഷ്യരുടെ നാവ് എന്ന് ചൊല്ലുക. ഇന്ന് രാവിലെ സ്വയം ശോധന ചെയ്താട്ടെ. ഒന്ന് രാവിലെ നമ്മൾ സ്വയമായി ഒന്ന് ചിന്തിച്ചാട്ടെ. എനിക്ക് ഇന്ന് കാലയിലെ സ്വയമായി നമ്മൾ തനിയായി ചിന്തിക്കുമ്പോൾ എന്റെ നാവ് ശിഷ്യന്മാരുടെ നാവാണോ? എന്നുടേ നാവ് ശിഷ്യരുടെ നാവ് താനാ? ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരു ഉദാഹരണം ചൊല്ലുகிறேன். ക്രിസ്റ്റോഫർ ഇവിടുന്ന് കീബോർഡ് വായിച്ച് ആരാധിക്കുന്നു. ക്രിസ്റ്റോഫർ അങ്ങ് കീബോർഡ് വാസിച്ച് ആരാധന നടത്തുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളൊന്നും നോക്കത്തില്ല. ഞാൻ അവന്റെ നല്ല പാട്ടുകളെ പാർക്ക മാട്ടേൻ. ഞാൻ പറയും, ഞാൻ ചൊല്ലുവേൻ, ഇന്ന് അദ്ദേഹം ഇങ്ങനെ കിടന്ന് ആടുവായിരുന്നു, ഇവൻ നേറ്റയ്ക്ക് വിധമായി ആടിക്കൊണ്ടിരുന്ന, ഇന്ന് അദ്ദേഹം അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു, അവൻ എന്നയോ പണ്ണ, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒന്നുമേ പുരിയില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും, உங்களுக்கு പുരിന്തിരിക്കും, എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒന്നുമേ പുരിയവില്ല. ആ പാട്ടിലൊരു ദൈവസാന്നിധ്യം ഇല്ലെന്ന് തോന്നുന്നു. ദേവ പ്രസന്ന அந்த பாட்டுல இல்ல போல தோன்றுகிறது. എനിക്ക് തോന്നുന്നതായിരിക്കും, നീ ഉനക്ക് തോന്നുகிறതായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് അത് തോന്നുகிறது. നിനക്ക് തോന്നിയോ? ഉനക്ക് அப்படி തോന്നിച്ചാ? പുരിയതാ മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ? சொல்லுகிற புரியுதானே? ഒരുവൻ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുവൻ ദേവ സമൂഹത്തിൽ നിന്ന് ഊഴിയത്തെ നിറവേറ്റുമ്പോൾ, അവന്റെ കുറ്റങ്ങളല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അവന്റെ കുറകളെയല്ല നമ്മൾ കണ്ടുകൊള്ള വേണ്ടിയത്. അവനോട് പറയണം, അവരുടെ ചൊല്ലണം, കുറച്ചുകൂടെ നീ എഴുന്നേക്കണം. മോശയോട് നീ എഴുമ്പണം. അല്ല, കുറച്ചും കൂടെ നീ എഴുന്നേൽക്കണം, നീ എഴുമ്പണം, കുറച്ചുകൂടെ നീ പ്രാർത്ഥിച്ചാൽ, ഇന്നും അധികമായി ജപിക്കണം, ഇനിയും ദൈവം തന്നെ ഉപയോഗിക്കും. ഇന്നും കർത്തർ എന്നെ ഉപയോഗപ്പെടുത്തുവാർ. ഇപ്പൊ ദൈവസാന്നിധ്യം ഉണ്ട്, ഇപ്പോൾ ദേവ സമൂഹത്തിൽ தான் இருக்கிறாய். കുറച്ചുകൂടെ പ്രാർത്ഥിച്ചാൽ, ഇന്നും കൊഞ്ചം കൂടെ ജപിക്കണം, നീ ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും, നീ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവായി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവ്, ദേവൻ നമുക്ക് കൊടുത്തിരിക്കുന്ന இந்த നാവ് ശിഷ്യന്മാരുടെ നാവാണ്. അത് ശിഷ്യരുടെ നാവ്. ഓക്കേ, ഇവിടെ ഹെരോദാവ് പിടിച്ച് ഇവനെ കൊന്നു. ഹെരോദ് ഇവനെ പിടിച്ച് കൊല ചെയ്താർ. ഇത് യഹൂദന്മാർക്ക് പ്രസാദമായി. ഇത് യൂദർക്ക് ரொம்ப സന്തോഷമായിരുന്നു. യഹൂദന്മാർക്ക് ഇത് പ്രസാദമായത് കണ്ടിട്ട് യൂദർക്ക് സന്തോഷമായി ഇരിക്കുന്നதை பார்த்தபோது പ്രധാനിയായ അപ്പോസ്തലനായ പൗലോസിനെ ഇവൻ പിടിക്കുകയാണ്. പ്രധാന അപ്പോസ്തലനായ
பேதுருவையும் அங்கே பிடித்தார்கள். യാക്കോബിനെ കൊന്നതിന് കാരണമുണ്ട്. யாக்கோபை கொலை செய்ததற்கு காரணம் உண்டு. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞു. அவருடைய ஊழிய காலம் முடிந்தது. എപ്പോഴും മനസ്സിലാക്കിക്കോണം. அது எப்படியும் புரிந்து கொள்ள முடியும். മരണം എന്ന് പറയുന്നത് மரணம் என்று சொல்கிறது ദൈവത്തിന്റെ സമയത്ത് നടക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ദൈവത്തിന്റെ സമയത്തിൽ നടക്കുന്നതാണ് ശരിயான കാര്യം. അതിന് വയസ്സൊരു പ്രശ്നമല്ല. அதுக்கு ஒரு வயசெல்லாம் கிடையாது. അത് 50 വയസ്സായാലും அது 50 വയസ്സായാലും 100 വയസ്സായാലും 100 വയസ്സായാലും 15 വയസ്സായാലും 15 വയസ്സായാലും ചിലപ്പോൾ 1 വയസ്സായാലും അല്ല 1 വയസ്സായാലും ചിലപ്പോൾ 25 വയസ്സായാലും 25 വയസ്സ് അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞു എങ്കിൽ അവന്റെ முடிவு வரும்போது അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ തീർന്നു എങ്കിൽ അവനെ കുറിച്ച് ആണ്ടവരുടെ திட்டம் நிறைவேறும்போது അവൻ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. അവൻ ദേവനിടത്തിൽ തിരുമ്പി പോക വേണ്ടിയതാണ് നല്ലത്. ഒരിക്കലും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുത്. ഒരു നാളും പിടിച്ചു വെച്ച് ജപിക്ക കൂടാതെ ദൈവത്തിന്റെ സമയത്ത് അവൻ പോകുന്നതാണ് നല്ലത്. അവൻ ദൈവത്തിന്റെ സമയത്തിൽ പോകുന്നതാണ് നല്ലത്. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കുള്ള ഒരു വിരുപ്പമുണ്ട്. ഇവിടെ അവൻ മരിച്ചു എന്ന് പറഞ്ഞാലും இந்த உலகத்தில் അവൻ வாழ்ந்திருந்தாலும் അവൻ സ്വർഗ്ഗത്തിൽ ജീവിക്കുകയാണ്. അവൻ ഇപ്പോഴത്തെ പരലോകത്തിൽ ജീവിക്കുകയാണ്. ഒരിക്കലും ഒരു വലിയ ദൈവദാസൻ പറഞ്ഞു, ഒരു വലിയ ദേവ മനുഷ്യൻ சொன்னார், പാസ്റ്റർ ബില്ലി ഗ്രഹാം ബില്ലി ഗ്രഹാം ഇപ്രകാരം പറഞ്ഞു, ഇവതമായി சொன்னார், ഞാൻ ഇവിടെ മരിക്കുമ്പോൾ ഞാൻ ഇங்கே സാകുമ്പോൾ ഞാൻ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ ഞാൻ ചത്തുപോനേൻ എന്ന് சொல்லக்கூடாது. എന്റെ വീടിന്റെ അഡ്രസ് ആമേ മാറ്റി സ്വർഗ്ഗത്തിലോട്ടാക്കി. என்னுடைய வீட்டின் அட்ரஸை மாற்றி பரலோகத்திலே மாற்றி இருக்கிறார். ഇവിടെ മരിക്കുന്നവർ ആമേ ക്രിസ്തുവിൽ ഇവിടെ മരിക്കുന്നവർ അവിടെ ജീവിക്കുകയാണ്. ഇங்கே ക്രിസ്തുവുക്കാக മരിക്കുന്നവൻ അങ്ങേ ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആമേ മരണത്താൽ വന്നുപോയ സകല ദുഃഖങ്ങളും മാറിപ്പോകട്ടെ. മരണത്തിനാൽ വന്ന ദുഃഖങ്ങളെല്ലാം ഇന്നേക്ക് മാറിപ്പോകട്ടെ. മരണത്താൽ വന്നുപോയ സകല ദുഃഖങ്ങളും യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. മരണത്തിന് നിമിത്തം വന്ന ദുഃഖങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിനാൽ വിലകി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവിക സന്തോഷം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഓക്കേ, ഇവിടെ ആമേ പത്രോസിനെ പിടിച്ച് അവർ ജയിലിലിട്ടിരിക്കുകയാണ്. പേതുരുവെ പിടിച്ച് ഇപ്പോൾ ജയിലിൽ വച്ചിരിക്കുകയാണ്. ആമേ അവനെ ജനത്തിൻ അതിന്റെ ആമേ 4-ാം വാക്യം, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് അവനെ തടവിലാക്കി. അവനെ പിടിച്ച് சிறைச்சாலையில வைத்து பஸ்கா பண்டிகைக்கு முன்னாக பிறகு கொண்டு வரும்படி தீர்மானித்தார்கள். അവനെ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ അവനെ ഏൽപ്പിച്ചു. 4 போர் சேவகர்களுள்ள 4 കൂട്ടത്തെ അങ്ങ് வைத்தார்கள். ഒരു പത്രോസ്, ഒരു പേതുരു, 16 കാവൽക്കാര്. 16 കാവൽക്കാരർ. ഒറ്റ പത്രോസ്, ഒരേ ഒരു പേതുരു, 16 കാവൽക്കാര്. 16 കാവൽക്കാരർ. 16 കാവൽക്കാരുണ്ടെങ്കിൽ 16 കാവൽക്കാരർ ഇരുന്നാൽ 32 കണ്ണുണ്ട്. 32 കണ്ണുണ്ട്. ഒരാൾക്ക് എത്ര കണ്ണിറക്ക്? ഒരാൾക്ക് എത്ര കണ്ണ്? നിങ്ങൾ എന്റെ കൂടെ വാ, നീ കൂടെ വാ. 16 ആള്, 16 പേർ, 32 കണ്ണ്. 32 കണ്ണ്. 2 കണ്ണുള്ളവന് 2 കണ്ണുള്ളവൻ 32 കണ്ണുള്ളവന് നോക്കുകയാണ്. 32 കണ്ണുള്ളവരെ പാർക്കറാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ VIP സെക്യൂരിറ്റി, ഏറ്റവും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. അവർക്ക് എவ்வளவு ഒരു പെരിയ പാതുകാപ്പ്. ഒരിക്കലും ഇവൻ നന്നാവാൻ വേണ്ടിയല്ല. അവർ നിனைத்ததெல்லாம் ഇവൻ അവനെ കാപ്പാറ്റുവதற்கല്ല. ഇവൻ ചാടി പോകരുത്, ഇവൻ വെളിയിൽ പോകരുത്, ഇവൻ വെളിയെ പോകக்கூடாது என்பதற்காக. യാക്കോബിനെ വെട്ടിയതുപോലെ ഇവനെയും വെട്ടണം. യാക്കോബെ വെട്ടുന്നത് പോലെ ഇവനെയും വെട്ട வேண்டும். അതിനുവേണ്ടി 16 പേരെ നിർത്തിയിരിക്കുകയാണ്. അങ്ങ് 16 പേരെ നിർത്തിയിരിക്കുകയാണ്. ഒരു പത്രോസിനെ കാവൽ ചെയ്യാൻ, ഒരു പേതുരുവെ കാവൽ பண்ணும்படியாக. ഇത്രയും കണ്ണുകൾ രാത്രിയിൽ ഇവനെ നോക്കി നിൽക്കുകയാണ്. ഇത്തരം കണ്ണുകൾ ഇവനെ പാർത്തു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം, അതിന് 5ാவது വചനം, ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു. വായിച്ചാട്ടെ. அப்படியே பேதுரு சிறைச்சாலையிலே காக்கப்பட்டிருக்கையில் சபையார் அவனுக்காக தேவனை நோக்கி ஊக்கத்தோടെ ജപം பண்ணினார்கள். മതി. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ഇവിധമായി അവരെ ഭദ്രമായി കാവൽക്കാരകൾ പാർത്തു കൊണ്ടിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭை ஊக்கத்தோடு அவனுக்காக ஜெபம் பண்ணினார்கள். ഊക്കത്തോടെ സഭ പ്രാർത്ഥിക്കുകയാണ്. ஊக்கத்தோடு அவனுக்காக ஜெபித்தார்கள். ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? ഇന്നേക്ക് എത്ര പേർ നമ്പുகிறீர்கள்? സഭ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ,
സഭ ഒരു കാര്യത്തിനാக ജപിത്താൽ, സഭ ഐക്യതയോടെ ഒരു വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിന്നാൽ, സഭ ഒരു ഐക്യത്തോടെ ഒരു കാര്യത്തിനാக തിറപ്പിലെ നിന്നാൽ, സ്വർഗ്ഗത്തിലെ ദൈവം ആ കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യും. പരലോകം அந்த കാര്യത്തെ നിശ്ചയമായി നിറവേറ്റുവാർ. സഭ ഒരു വിഷയത്തിനകത്ത് ഐക്യവത്തപ്പെട്ടാൽ, നാം സഭ ഒരു കാര്യത്തിനാக ഐക്യപ്പെട്ടാൽ, സഭ ഒരു വിഷയത്തിന്റെ മേൽ ഐക്യമായി പ്രാർത്ഥിച്ചാൽ, ഒരു സഭ ഒരുമനപ്പെട്ട് ജപിക്ക ആരംഭിത്താൽ, ആ വിഷയത്തിന്റെ മീതെ സ്വർഗ്ഗത്തിലെ ദൈവം കരത്തെ ചലിപ്പിച്ചിരിക്കും. കർത്തർ அந்த பரலோகத்தின் தேவன் அந்த காரியத்துக்கு நிச்சயமாய் பதில் கொடுப்பார். ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കാര്യത്തെ നിങ്ങൾ പുரிந்து கொள்ள வேண்டும். പ്രസംഗം பண்ணுന്നവരെ ലോകം അറിയും, பிரசங்கம் பண்ணுகிறவர்களை உலகம் தெரியும். പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം അറിയും, ஜெபிக்கிறவர்களை தெய்வம் அறிவார். പ്രസംഗിക്കുന്നവരെ ചിലപ്പോൾ ലോകം അറിയുമായിരിക്കും, பிரசங்கிக்கிறவர்களை உலகம் பார்க்கும். ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ കരയുന്നവനെ ദൈവം അറിയും. தேவ சமூகத்தில் அழுகையோடு ஜெபிக்கிறவனை பரலோகத்தின் தேவன் பார்க்கிறார். ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം മാറട്ടെ, നമ്മുടെ ജപത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, ജപത്തിലെ ഇരിക്കുന്ന அந்த പരിതാപങ്ങൾ മാറട്டும். നോക്കി, പത്രോസ് ജയിലിൽ കിടക്കുന്നു, പേതുരു ജയിലിൽ ഇരിക്കുകയാണ്. സഭയ്ക്ക് രാഷ്ട്രീയ ബന്ധങ്ങളില്ല, സഭയ്ക്ക് രാജാവുമായിട്ട് ബന്ധമില്ല, രാജാവുക്കും സഭയ്ക്കും എന്ത് ഐക്യം ഇല്ല. കാരണം രാജാവാണ് ഞങ്ങളുടെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ യാക്കോബിനെ കൊന്നത്. രാജാവാണ് അപ്പോസ്തലനായ യാക്കോബെ കൊല ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു രേഖ എഴുതി കൊണ്ടുപോയാൽ അവർ ഒരിക്കലും അംഗീകരിക്കത്തില്ല. അവർക്ക് ഒരു കടിതത്തെ കൊണ്ടുപോകാൻ ഒരുവനാൾ അംഗീകരിക്ക മാട്ടാ. ഒരു വഴിയുമില്ല പത്രോസ് പുറത്തു വരാൻ, ഒരു മാർഗവുമില്ല അവർ വെളിയെ വരുവதற்கு. പക്ഷേ പത്രോസിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്, പേതുരുക്ക് ഒരു വാഗ്ദത്തം ഉണ്ട്. ആമേൻ. നീ വൃദ്ധനാകുമ്പോൾ, നീ വൃദ്ധനാകുമ്പോൾ നിന്നെ അരകെട്ടി ഒരുവൻ കൊണ്ടുപോകും. ഉന്നെ അരയെ കെട്ടി ഒരുവൻ കൊണ്ടുപോവാൻ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? നീ വയതനാകുമ്പോൾ, നീ മുതിർവയതാകുമ്പോൾ നിന്നെ അരകെട്ടി നിന്നെ ഒരുവൻ കൊണ്ടുപോകും. ഉന്റെ അരയെ കെട്ടി ഇന്നൊരുവൻ കൊണ്ടുപോവാൻ. ജയിലിൽ കിടക്കുന്ന പത്രോസ് നോക്കി കാണും, ജയിലിൽ ഇരിക്കുന്ന പേതുരു പുരിന്തിരുപ്പാർ. അവന്റെ ജനന തീയതി വെച്ച് പത്രോസ് അവന്റെ വയസ്സ് കണക്ക് കൂട്ടി. അവൻ തന്റെ വയസ്സെല്ലാം அந்த ஆண்டவர் சொன்ன வார்த்தையை வைத்து அவன் கணக்கு போட்டான். എന്റെ ഒരു ചിന്ത പറയാം, என்னுடைய ஒரு யோசனையை சொல்லுகிறேன். ഇപ്പോ എനിക്കൊരു 38 വയസ്സേ ആയുള്ളൂ. எனக்கு இப்பொழுது 30, എനിക്കല്ല പത്രോസ്ക്ക്, பேதுருக்கு இப்பொழுது 38 வயசு தான் ஆயிற்று. എന്റെ വയസ്സ് ഞാൻ പറയത്തില്ല. പത്രോസ് പറയാ എനിക്കിപ്പോ 38 വയസ്സേ ആയുള്ളൂ. പേതുരു சொல்லுகிறார் எனக்கு இப்ப 38 വയസ്സ് தான் ആയിற்று. എന്റെ യേശു എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശു എന്നിടത്തിൽ ഒരു കാര്യം சொல்லி இருக்கிறார். ഞാൻ വൃദ്ധനാകും, ഞാൻ മുതിർവയതാവേൻ, ഞാൻ വയസ്സനാകും, ഞാൻ വയസ്സാവേൻ, ഞാൻ വയസ്സനാകും. ഞാൻ വയസ്സാവേൻ. അർത്ഥം ഞാൻ ഇവിടെ കിടന്ന് ചാകത്തില്ല. അവർക്ക് தெரியும் நான் இங்கே சாக போறது இல்லை. ഞാൻ ഇവിടെ കിടന്ന് ചാകത്തില്ല. ഞാൻ ഇங்கே ഇരുന്ന് സാகிறது இல்லை. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് പുരിഞ്ഞുകൊള്ള முடியும்? കുഞ്ഞിന്റെ പ്രശ്നം വരുമ്പോൾ, உங்களுக்கு ഒരു പ്രശ്നം വരുമ്പോൾ, നിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർക്കുക. നാം ആണ്ടവർ തന്ന വാഗ്ദത്തത്തെ പിടിക്കുക வேண்டும். വാഗ്ദത്തം ഓർക്കുക. ആണ്ടവരുടെ വാഗ്ദത്തത്തെ നിனைவு കൂറ வேண்டும். കേരളത്തിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരു ദേവ മനുഷ്യൻ ഇരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോഴത്തെ അവർ മരിച്ചു പോനാർ. വലിയ ദൈവം ഉപയോഗിച്ച ദൈവദാസൻ. പെരിയ അളവിലെ കർത്തർ അവരെ பயன்படுத்தினார். അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ, അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, അവർ சொன்ன കാര്യം, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ഓടി എന്റെ മുറിക്കകത്തേക്ക് പോകും. ഞാൻ ഓടി அந்த അറയ്ക്കുള്ളിൽ പോവേൻ. അവിടെ തന്നെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. அந்த இடத்துல ചില കാര്യങ്ങളെ എഴുതി வைத்திருக்கிறார். അത് തന്നെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളാണ്. അത് തന്നെ കുറിച്ച് കർത്തർ കൊടുത്ത വാഗ്ദത്തങ്ങൾ. എന്നിട്ട് താൻ ആ വാഗ്ദത്തം നോക്കി ഇങ്ങനെ പറയും, அந்த വാഗ്ദത്തത്തെ പാർത്തി വിധമായി சொல்லுவார், ഇനിയും ഇത് നടക്കാനുണ്ട്, ഇതും இந்த കാര്യം இன்னுം നടക്ക വേണ്ടിയത് ഇരിക്കുന്നു, ഇനിയും അത് നടക്കാനുണ്ട്, இந்த കാര്യം இன்னுം നടക്ക വേണ്ടിയത് ഇരിക്കുന്നു. ഈ പ്രശ്നം എന്റെ അവസാനമല്ല, இந்த பிரச்சனை எனக்கு முடிவு அல்ல, ഈ പ്രശ്നം എന്റെ അവസാനം അല്ല, இந்த பிரச்சனை எனக்கு முடிவு அல்ல, ഞാൻ ഇനിയും അവിടെ പ്രസംഗിക്കാനുണ്ട്, ഞാൻ ഇന്ന് അങ്ങ് പ്രസംഗം பண்ண വേണ്ടിയത്, ഞാൻ ഇനി അവിടെ സഭ സ്ഥാപിക്കാനുണ്ട്, ഞാൻ അങ്ങ് സഭ സ്ഥാപിക്ക വേണ്ടിയത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, அந்த பிரச்சனை என்னை மேற்கொள்வது இல்லை. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വഴിയെ പോകുന്നവൻ കാണത്തക്ക രീതിയിൽ എഴുതി വെക്കാനാണ് ദൈവം പറഞ്ഞത്. எல்லாரும் பார்க்கக்கூடிய அளவுல நான் கர்த்தர் தந்த வார்த்தைகளை எழுதி வைக்க வேண்டும். വഴിയെ പോകുന്നവൻ ഓടുന്നവൻ അത് കാണണം. அவன் வழியே போறவன் எல்லாம் அதை பார்க்கணும். നിന്റെ വാഗ്ദത്തങ്ങൾ നീ എഴുതി വെക്കണം. நீ அதை எழுதி வைக்கணும். ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, இந்த இரவுல இந்த நேரத்துல பரிசுத்த ஆவியானவர் சொல்லுகிறார், ഇന്ന് വീട്ടിൽ പോയിട്ട് இந்த நீ காலையில இந்த வீட்டிலே போய் விட்டு നിന്റെ വാഗ്ദത്തങ്ങൾ നീ എഴുതി വെക്കണം. இந்த உனக்கு கர்த்தர் தந்த வாக்குத்தத்தங்களை எழுதி வைக்க வேண்டும். ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ஒவ்வொரு பிரச்சனைகளும் வரும்போது അതിലോട്ട് കൈവെക്കണം. அதன் மேல கை வைக்க வேண்டும். എടാ പിശാചേ, എടാ പിശാചേ, എടാ ഇനിയും വാഗ്ദത്തം നടക്കാനുണ്ട്. இன்னும் எனக்கு வாக்குத்தத்தங்கள் நிறைவேற வேண்டியது இருக்கு. ഇതെന്റെ അവസാനമല്ല, இது என்னுடைய முடிவல்ல, ഇതെന്റെ അവസാനമല്ല, இது என்னுடைய முடிவல்ல. ഇനിയും വാഗ്ദത്തം എനിക്ക് കാണാനുണ്ട്. இன்னுം വാക്കുത്തത്തം എൻ வாழ்க்கையில நிறைவேற വേണ്ടിയതുണ്ട്. അകന്തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റിഖബാരബ ശാന്തുര ബൗതിയാരഗസി അർച്ചബര പ്രഭ ശാന്തുര ബത്തന റിഖലരബ ശാന്തുര ബൗതബരഗസസിയ റിഖലരബസസിയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷം തന്നെ. സന്തോഷമാണോ? സന്തോഷം തന്നെ. സന്തോഷിക്കണം. சந்தோஷமா இருக்கணும். ഞാനിത് എപ്പോഴും പറയുവാ, സന്തോഷിക്കണം. நான் எப்பொழுதும் சொல்வேன், சந்தோஷமா தான் இருக்க வேண்டும். സന്തോഷിക്കണം. எப்பொழுதும் சந்தோஷமா இருக்கணும். കാരണം നിന്റെ എതിരികളെ ശീഘ്രത്തിൽ ഓടിപ്പോകും. உன்னுடைய எதிரிகள் உன்னை சீக்கிரத்துல ஓடி போய் ആ விடுவார்கள். പാട്ടൊന്ന് പാടലാമാ? அந்த பாட்டை பாடலாமா? ശീഘ്രത്തിൽ அதி சீக்கிரத்தில் നീങ്ങി വിടും. അതി ശീഘ്രത്തിൽ നീങ്ങി വിടും. ഒരു ദീർഘദർശനമായി നീ പാടണം. ഒരു പ്രവചനമായി നീ ഇത് പാടണം. നിന്റെ ജീവിതത്തിനകത്ത് ഇതൊരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കും. നീ സോർന്നു പോകരുത്, നീ ഒരിക്കലും മടുത്തു പോകരുത്. കരന്നട്ടി ഇന്ന് പാടാം. അതിശീഘ്രത്തിൽ നീങ്ങിവിടും இந்த லேசான உபத்திரவம், அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, ஓ சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம், அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். உள்ளான மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. உள்ளான மனிதன் நாளுக்கு நாள் புதிதாக்கப்படுகின்ற நேரம் இது. சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, ஓ சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. ஓ அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம், அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். ஈடு இணையில்லா மகிமை இதனால் நமக்கு வந்திடுமே. ஈடு இணையில்லா மகிமை இதனால் நமக்கு வந்திடுமே. ஓ சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, ஓ சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. ஓ அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். எல்லாம் மாறும். அதிசீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். காண்கின்ற உலகம் தேடவில்லை, காணாத பரலோகம் நாடுகிறோம். காண்கின்ற உலகம் தேடவில்லை, காணாத பரலோகம் நாடுகிறோம். சோர்ந்து போகாதே, நீ சோர்ந்து போகாதே, சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. அதிசீக்கிரம்
சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. விசுவாசம் வர்த்திக்கட்டே. சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. சோர்ந்து போகாதே, நீ சோர்ந்து போகாதே. சோர்ந்து போகாதே. Yes, Lord. நீ சோர்ந்து போகாதே. அதி சீக்கிரத்தில் நீங்கிவிடும் இந்த லேசான உபத்திரவம். 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 Hallelujah. 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 അതിശീഘ്രത്തിൽ ആമേ നീങ്ങി പോകും എൻ്റെ എല്ലാ ഉപദ്രവങ്ങളും. அது சீக்கிரத்தில் நீங்கி போகும் எல்லா உபத்திரவங்களும். Hallelujah. Hallelujah. അല്പം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. அதை சிந்தித்து விட்டு நாம் முடிக்கலாம். നോക്കി, ഇവിടെ പത്രോസ് ജയിലിൽ കിടക്കുകയാണ്. இவங்க பேதுரு சிறைச்சாலையில் இருக்கிறான். താൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു സഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ജയിലിൽ ഇരിക്കുമ്പോൾ അവനുക്കാக ജപിക്കുന്ന ഒരു സഭ இருக்கிறது. ആമേൻ. ഈ സഭ അവിടെ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. സഭ ഊക്കത്തോട് അവനുക്കാக ജപിக்கிறார். ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. ഒരു കാര്യത്തെ എപ്പോഴും പുரிந்து கொள்ள வேண்டும். നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യം നിന്റെ മുമ്പിൽ വരുമ്പോൾ, ഉന്നാൽ മുടിയാത്ത ഒരു കാര്യം ഉനക്ക് മുൻപാக വരുമ്പോൾ, ഓടിപ്പോയി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ കയറണം. നീ ഉടനെ പോയി ദേവ സമുഖത്തിലെ മുളങ്കാൽ പടിയിട வேண்டும். ഓടിപ്പോയി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കയറണം. നീ ഓടിപ്പോയി ജപ അറയ്ക്കുള്ളേ മറയ வேண்டும். നിമിഷങ്ങൾക്കകം ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ ദൈവം ചെയ്തിരിക്കും. ഒരു ചില നിമിഷത്തുക്കുള്ള ചെയ്യ വേണ്ടിയ കാര്യങ്ങളെ കർത്തർ ചെയ്തു മുടിപ്പാർ. ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി താമസിപ്പിക്കും. ചില വിഷയത്തിക്ക് കർത്തർ താമസിപ്പാർ. ഇന്ന് വേണ്ടുന്ന മറുപടിയാണെങ്കിൽ ദൈവം ഇന്ന് തരും. ഇൻறைக்கு വര വേണ്ടിയ ബദലായിരുന്നാൽ ഇൻறைக்கு തരുവാർ. നാളെയാണ് അതിന് മറുപടി വരേണ്ടത് വെച്ചാൽ ദൈവം നാളെ തരും. നാളേക്ക് വേണ്ടിയതായിരുന്നാൽ നാളേക്ക് കൊടുപ്പാർ. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടാണ് മറുപടി എങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോഴേ ദൈവം തരും. 5 വർഷം താണ്ടിதான் ഉനക്ക് അത് தேவை என்றால் അതുപോലെதான் കൊടുപ്പാർ. അടുത്ത 5 വർഷം നടക്കേണ്ട കാര്യം ഈ വർഷം കർത്താവ് ചെയ്യത്തില്ല. 5 വർഷத்துக்கு മുൻപ് കൊടുക്ക വേണ്ടിയதை இப்பொழுது കൊടുക്ക മാட்டார். ദൈവം ചെയ്യുമ്പോൾ അതതിന്റെ സമയത്ത് കർത്താവ് കാര്യങ്ങൾ ചെയ്യും. ആണ്ടവർ ചെയ്യുമ്പോൾ അത് ശരിയായി അവരുടെ സമയത്തിൽ ചെയ്യുവാർ. അതുകൊണ്ട് നമ്മുടെ മനസ്സൊരിക്കലും കലങ്ങി പോകരുത്. അതിനാൽ നമ്മുടെ മനം ഒരു നാളും കലങ്ങി പോകக்கூடாது. ജനങ്ങൾ ഒരുമിച്ച് സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭ ഒന്നുപെട്ട് ജപിക്കുമ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് ജപിക്கிறார்கள். ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം പഠിക്കുമ്പോൾ, അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം പഠിക്കുമ്പോൾ, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ പരിശുദ്ധ ആവിക്കാக കാത്തിരിக்கிறார்கள். മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 ശിഷ്യന്മാർ അവർ കയറിയിരിക്കുകയാണ്. മേൽവീട്ടറയിലെ 120 പേർ അങ്ങേ അമർന്നിരിக்கிறார்கள். അവിടെ പറയുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവർ അങ്ങേ ജപം പണിക്കൊണ്ടേ இருந்தார்கள். അവർ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്തിയില്ല. അവർ ഇടയിലെ ജപത്തെ നിർത്തവില്ല. 10 ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 10 നാൾ അവർ ജപിച്ചുകൊണ്ടേ இருந்தார்கள். നിന്റെ വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ, இந்த காரியத்திலே உங்களுக்கு மறுபடி கிடைக்க வேண்டுமா, നീ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നീ ജപിച്ചു കൊണ്ടേ இருக்க வேண்டும். ഇടയ്ക്ക് വെച്ച് നീ പ്രാർത്ഥന നിർത്തരുത്. ഇടയിലെ ഉൻ ജപത്തെ നിർത്തക്കൂടാതെ. ഇടയ്ക്ക് വെച്ച് നീ പ്രാർത്ഥന നിർത്തരുത്. ഇടയിലെ ഉൻ ജപത്തെ നിർത്തക്കൂടാതെ. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ജപിച്ചു കൊണ്ടേ இருக்க வேண்டும். ഒരു സാക്ഷ്യം ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു സാക്ഷി ഞാൻ വിധമായി കേട്ടിരിக்கிறேன். സൗദി അറേബ്യയിൽ വെച്ച് സൗദി അറേബ്യയിൽ വെച്ച് ഒരു സഹോദരനെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ഒരു സഹോദരനെ ജയിലിൽ കൊണ്ടുപോട്ടാர்கள். ആമേൻ. തന്റെ കയ്യിലെ കുറ്റമല്ല, വേറെ ആരോ ചെയ്തതിന്റെ പേരിൽ ആമേൻ തന്നെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. തവറില്ല, ആരോ ചെയ്ത തവറുക്കാக ഇവനെ പിടിച്ചുകൊണ്ടുപോനാർ. തന്റെ സഹോദരൻ നാട്ടിലുണ്ട്. അവന്റെ സഹോദരൻ ഊരിലെ ഇരിക്കാർ. ഇതറിയുന്നത് മുതൽ അദ്ദേഹത്തിന്റെ അകത്ത് ഭയങ്കര വേദനയായി.
அவருக்கு இத கேட்ட உடனே ரொம்ப வேதனை ஆயிற்று. സൗദി അറേബ്യയുടെ നിയമം അനുസരിച്ച് அந்த சவுதி அரேபியாவுடைய அந்த ஒழுங்கின்படி ഒരിക്കലും ആരെ കൊണ്ടും അവരെ പുറത്തിറക്കാൻ കഴിയത്തില്ല. ஒரு காலம் யாரை கொண்டு அவனை வெளியே கொண்டு வர முடியாது. അത്രയ്ക്കും കഷ്ടപ്പാടാണ് അവിടെ. அவ்வளவு கஷ்டம் உண்டு. എന്നാൽ ഈ വാർത്ത തന്റെ സഹോദരൻ അറിഞ്ഞപ്പോൾ, அந்த செய்தி அந்த சகோதரன் கேள்விப்பட்ட போது 3 ദിവസം താൻ വെള്ളം കുടിക്കാതെ ഉപവസിക്കുകയാണ്. 3 നാൾ തണ്ണീർ കുടിക്കാമ ഉപവാസിക്ക തുടങ്ങി. കാരണം എന്റെ സഹോദരൻ ജയിലിൽ കിടക്കുകയാണ്. എന്റെ സഹോദരൻ ജയിലിൽ കിടക്കുകയാണ്. അമ്മ എപ്പോഴാണ് അവന്റെ തല വെട്ടുന്നെന്ന് പറയാൻ കഴിയത്തില്ല. അവരുടെ തലയെ എപ്പോ വെട്ടുവാர்கள் എന്ന് தெரியாது. ജീവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ജീവന് കൊടുക്ക വേണ്ട എന്നതற்காக അവരുടെ ദേവനിടത്തിൽ ജപിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സഹോദരൻ വെള്ളം പോലും കുടിക്കാതെ താൻ ഉപവസിക്കുകയാണ്. അവർ തണ്ണി കൂടെ കുടിക്കാമ അവർ ഉപവാസിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസം വന്നപ്പോൾ, 3ാவது നാൾ വന്നപ്പോൾ ഒരു ദൈവപ്രവൃത്തി ആ ജയിലിൽ ഉണ്ടായി. ഒരു ദേവന്റെ ഒരു ക്രിയ ജയിലിൽ ആ 3-ാം ദിവസം ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. 3ാவது നാൾ അവനെ വെളിയെ കൊണ്ടുവന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് ഇത് പുരിഞ്ഞുകൊള്ളുകീர்கள்? കുഞ്ഞ, നിന്റെ വിഷയത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കണം നിന്റെ പ്രാർത്ഥനയുടെയും കാഠിന്യം. നീ இந்த காரியத்தை புரிந்து கொள்ள வேண்டும். உன்னுடைய ஜெப வாழ்க்கையை நான் செய்ற கிரியை. നിന്റെ വിഷയം എത്രത്തോളം വലുതാണോ, உன்னுடைய பிரச்சனை எவ்வளவு பெருசோ അത്ര അതിനേക്കാട്ടിലും വലുതായിരിക്കണം നിന്റെ പ്രാർത്ഥന. அதை பார்க்கலாம் அதிகமா இருக்க வேண்டும் ஜெபம். ആമേൻ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, சிலரை நான் பார்த்திருக்கிறேன். ആമേൻ. ചിലർ കട്ടിലേ പോയിട്ട് പ്രാർത്ഥിക്കും. சிலர் கட்டில உட்கார்ந்து ஜெபிப்பார்கள். കർത്താവേ, ഞാൻ കിടക്കുന്നു, நான் படுக்கிறேன், എനിക്ക് നിന്നെ അറിയാം, எனக்கு ഉമ്മ தெரியும், നിനക്ക് എന്നെയും അറിയാം. எனக்கு உம்மை தெரியும். എനിക്ക് നിന്നെ അറിയാം, எனக்கு உம்மை தெரியும். ആമേൻ. നിനക്ക് എന്നെയും അറിയാം. ഉമ്മക്ക് എന്നെയും தெரியும். യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ ഈ പിതാവേ. പ്രാർത്ഥന കൊണ്ട് അവൻ പുറത്തു വരത്തില്ല. അവൻ ഒരു നാളും അവൻ அந்த ജപത്തിനാல വെളിയെ വരുവതില്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ തന്റെ സഹോദരൻ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരത്തില്ല. ഇവിധമായി ജപിത്താൽ സഹോദരൻ ഒരു നാളും വെളിയെ വരുവതില്ല. ആ വിഷയത്തിന്റെ വലിപ്പം അനുസരിച്ച് ഇവിടെ അതേ നിലവാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നയുടെ തന്മയെ പുരിഞ്ഞുകൊണ്ട് ഇവൻ ഊക്കത്തോട് ജപിക്கிறார். തണ്ണി കുടിക്കാതെ ഉപവസിക്കുകയാണ്. തണ്ണി കൂടെ കുടിക്കാമ ജപിക്கிறார். ഇന്ന് രാവിലെ നീ മനസ്സിലാക്കണം, இந்த காலையில நீ புரிந்து கொள்ள வேண்டும். നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് അതിന്റെ കാഠിന്യം കണ്ട് നിന്റെ പ്രാർത്ഥനയുടെ അളവ് നീ കൂട്ടണം. உன்னுடைய பிரச்சனை எவ்வளவு பெருசா இருக்கிறதோ அதற்கு அதிகமா உன்னுடைய ஜெபத்தை கூட்ட வேண்டும். എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേർ ഇதை നിങ്ങൾ പുരിഞ്ഞു കൊണ്ടീர்கள்? ദിവസം എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കേണ്ടത്. നീ എപ്പോഴും ജപിക്കുന്ന പോലുള്ള ജപത്തെ നീ പ്രശ്നയ്ക്ക് മുൻപാകെ ജപിക്കാൻ முடியாது. പ്രാർത്ഥനകൾ കൂട്ടണം, ജപത്തെ കൂട്ടണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നീ ദേവ സമൂഹത്തിൽ ജപിച്ചുകൊണ്ടേ இருக்க வேண்டும். ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട്? உங்களுக்கு എത്ര പേർക്ക് പുരിகிறது? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പ്രാർത്ഥിക്കുന്നവന് ദൈവിക നടത്തിപ്പുണ്ടാകും. ജപിക്കുന്നവനുക്ക് ദേവന്റെ നടത്തുതൽ ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോഴത് ജപിക്കാൻ പോകുന്നു. ബാക്കി നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. മീതിയെ നാം സായങ്കാലം ചിന്തിക്കണം. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ആഹാരമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒവ്വൊരു നാളും കർത്താവ് നമുക്ക് தேவையான ആഹാരത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യത്യസ്തമായ ആഹാരം, ഒവ്വൊരുവർക്കും தேவையான ആഹാരം. ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. இந்த காலையில நாம் ஜெபிக்க போகிறோம். ഹാലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. இந்த வேளையில எல்லாரும் ஜெபிப்போம். എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷകളെ അന്യഭാഷ പേശുന്നത് നിങ്ങൾക്ക് കേൾക്കണം, നിങ്ങളുടെ ചെവിയിൽ അത് കേൾക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പേശുகிறவங்களே காதுக்கு கேட்கட்டும். வாய் திறந்து நாம பேசுவோம். ஹalleluya. எல்லாரும் ஓ ரிபா பாபா கதரபா ചിലർക്കായി ദൈവം പുതിയ ഉറവകൾ തുറക്കുകയാണ്. ആണ്ടവർ ഉങ്ങളെ ചിലർക്കാக ആണ്ടവർ പുതിയ വഴികളെ തുറக்கிறார். പുതിയ ഉറവകൾ തുറക്കുകയാണ്. പുതിയ ഉറവുകളെ തുറக்கிறார். പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുകയാണ്. പുതിയ തൊഴിലുകളെ ആരംഭിക്ക பண்ணுகிறார். ചിലർ പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. പുതിയ തൊഴിலை ആരംഭിக்க പോകുகிறார்கள். ഇതിനകത്ത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ താല്പര്യമുള്ളവർ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ എന്ന് കരം ഉയർത്തി. പുതിയ വ്യാപാരം തുടങ്ങ പോകുന്നവർ ഉങ്ങളുടെ കരങ്ങളെ ഉയർത്തി കാട്ടலாம்.
നിങ്ങൾക്ക് അതിനകത്തൊരു വളർച്ച വേണം, ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ കരം ഉയർത്തിയാട്ടെ. പുതിയതായ ഒരു കാര്യത്തെ ഞാൻ തുടങ്ങ പോகிறேன் என்று விருப்பமுள்ளவர்கள் ஜெபிக்கலாம். അങ്ങനെയുള്ളവരൊന്ന് ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. ஒருவர் உள்ளவர்கள் கொஞ்சம் முன்னாடிக்கு வாருங்கள். പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം പരിശുദ്ധാത്മാവ് തരികയാണ്. ഒരു ജപിക്ക வேண்டும் എന്ന ഒരു നടത്തുതലെ കർത്താവ് തരുகிறார். യേശുവിന്റെ നാമത്തിൽ ആമേൻ. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഭ ഒരുമിച്ച് ജപിക്ക പോകുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഭ ഒരുമിച്ച് നാം ജപിക്ക പോകുന്നു. പുതിയത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. പുതിയ കാര്യത്തെ കർത്താവ് ചെയ്യ പോകുகிறார். പുതിയത് കർത്താവ് ചെയ്യുകയാണ്. പുതിയதை കർത്താവ് ചെയ്യ പോകുகிறார். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ജപിപ്പോം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ജപിപ്പോം. റിഖാരാലാബാ ശാന്തുരാലാബാ റിഖാരാബാ ശാന്തുരാലാബാ രാംശാദരാലാബാ രഗസിയ വൈശപ്രഭ സതരപ്രഭ ഉഠലമന ഘടക ശതരപ്രഭ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശാഖാരാബാ സിഖാലാബാ റിഖാലാറാ പുതു വഴികൾ പുതിയത് 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 തുറക്കട്ടെ. പുതിയത് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിലും. റിഖാമന ശതുരാമന റിഖാലാറാബ ശതുരാമന റിഖാലാറാബ ശതുരാമന വൈശമന ശതുരാമന. പുതിയത് 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 ന്യൂ ബിഗിനിങ്. പുതിയത് തുറക്കട്ടെ. പുതിയത് 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 തുറക്കട്ടെ. പുതിയത് യേശുവിൻ നാമത്തിലും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിലും. ഷാബാര ഹസ്തര പ്രഭ റിഖലറബല ബൗതിയാര ഗജസിയാര. യേശുവിന്റെ നാമത്തിൽ പുതിയത് 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 തുറക്കട്ടെ. പുതുവഴി തുറക്കട്ടെ. റഖലറബലബല ബൗശബലബല. പുതിയ ജ്ഞാനം, ദൈവിക ജ്ഞാനം, പുതിയത് പുതിയ ഐഡിയകള് അവൻ കിട്ടട്ടെ. പുതിയ ജ്ഞാനം, പുതിയ ജ്ഞാനം, ദൈവിക ജ്ഞാനം യേശുവിന്റെ നാമത്തിൽ ആ കെട്ടിനെ അഴിക്കുകയാണ്. ആ കെട്ടുകളെല്ലാം അഴിക്കുന്നു. ശഖരബരബ റിഖലബരബ ശാന്തുരബര റിഖലറബ ശാന്തുരബല. യേശുവിന്റെ നാമത്തിൽ പുതിയ ഐഡിയകള്, പുതിയത് 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 യേശുവിൻ നാമത്തിൽ അത് ആത്മാവിൽ തുറക്കുകയാണ്. ശതരധരബ ശഖലറബലബ റിഖലറബ ശാന്തുരലബ ഔഠിയ റംശലറബ ഔഠരബന ഗച്ഛസിയാർത്തനം. യേശുവിന്റെ നാമത്തിൽ സഭയെല്ലാവരും ഇവരുടെ നേരെ കൈനീട്ടിയാണ്. എല്ലാവരും ഇവരുടെ നേരെ കൈനീട്ടിയാണ്. കരങ്ങളെ നീട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. നമ്മൾ ഇന്ന് രാവിലെ കേട്ടു, സഭ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തിരിക്കും. സഭ ഒരുമിച്ച് ജപിച്ചാൽ കർത്തർ அந்த കാര്യத்துக்கு பதில் கொடுப்பார். യേശുവിന്റെ നാമത്തിൽ ഇവർ തുടങ്ങുന്ന പുതിയ ബിസിനസ്സുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവர்கள் തുടങ്ങ പോற പുതിയ വ്യാപാരങ്ങൾക്കാக നാം ജപിക്കും. അതിൽ ദൈവത്തിന്റെ ആശീർവാദം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആശീർവാദം അതിലെ വെളിപ്പെടുവதாக. ആശീർവാദം ഉണ്ടാകട്ടെ. ആശീർവാദം ഉണ്ടാകട്ടെ. എല്ലാ തടയങ്ങൾ പൊട്ടിമാറട്ടെ. തടയങ്ങൾ വിലകി പോകട്ടെ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. പിശാചിന്റെ പദ്ധതികളെ അഴിക്കുന്നു. പിശാചിൻ കട്ടുകളെ അഴിக்கிறோம். യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വിഷയം കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യത്തെ കൂടെ ജപിക്കാൻ പോകുന്നു. പേപ്പർ വർക്കുകൾ, പേപ്പർ വിഷയമായി സ്റ്റക്ക് ആയി കിടക്കുന്നത് പറഞ്ഞു. പേപ്പറിനകത്തത് ഡോക്യുമെന്റ്സ് സ്റ്റക്ക് ആയി കിടക്കുന്നത്. ഡോക്യുമെന്റ് സംബന്ധമാ പേപ്പർ വിഷയമായി ഏതാണ്ട് മുടങ്ങി കിടക്കുമാനാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? പേപ്പർ, വിസകള്, ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഈ മുടങ്ങിക്കിടക്കുന്നത്. ഡോക്യുമെന്റ് സംബന്ധമായിട്ട് മുടങ്ങിക്കിടക്കുന്നത്, അതിൻ്റെ അകത്തൊരു മൂവ്മെന്റ് ഇല്ലാതെ കിടക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ കേട്ട വചനപ്രകാരം പ്രാർത്ഥിക്കുക. സഭ പ്രാർത്ഥിച്ചു. സഭ ജപിക്കുമ്പോൾ പത്രോസിന് വേണ്ടി ദൈവം ഇറങ്ങി. പേതുരുക്കാக ദേവൻ ഇറങ്ങിന. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാം ജപിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ജപിപ്പോ. റിഖലബ ശാന്തുലബ കദറബ ശന്ദര റതലബ ഔധിബിദി ഗദനഗചസി ശാന്തുലബ ഔധിയാരഗചസിയ. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ ആ കുരുക്കുകൾ അഴിയട്ടെ. Let her loose now. ആ കുരുക്കഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ തടയികൾ പൊട്ടിമാറട്ടെ. ആ തടയികളെല്ലാം പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ കെട്ട് അഴിയട്ടെ. ആ കെട്ടുകൾ അഴിയട്ടെ. അത് യേശുവിൻ നാമത്തിൽ ആ കെട്ടുകൾ അഴിയട്ടെ. ആ കെട്ട് അഴിയട്ടെ. ആ കെട്ടുകൾ അഴിയട്ടെ. ആ കെട്ട് അഴിയട്ടെ. ആ കെട്ട് അഴിയട്ടെ. യെസ് ശകല റബ ലബ രബ തുര ബ രബ ര ശകല റബ ശികല റബ ലബൗതിയ റികല റബ ലബ ശാന്തുര ലബൗതിയ റികല റബ ശാന്തുര ലബ ലഗശ ശകല റബ ലബ ലബൗതിയ കോപിശാലെ യേശുവിന്റെ നാമത്തിൽ ആ പദ്ധതിയെ പൊളിക്കുന്നു. ആ കെട്ടഴിയട്ടെ. അത് ലൂസാകട്ടെ. യെസ് ശകല റബ രബ. കുഞ്ഞിന്റെ വിസയുടെ മേൽ കരം ചലിക്കട്ടെ. ശബര ഹസ്തര പ്രഭാജനാദിയ. ആ കുരുക്കഴിയട്ടെ. മാത്യു 18:18. ആമേ യേശുവിന്റെ നാമത്തിൽ ആമേ ആ കെട്ടിയതെല്ലാം അഴിയട്ടെ. അഴിഞ്ഞു പോട്ടത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. ആ ഡോക്യുമെന്റ് ഇഷ്യൂ ഇപ്പോൾ റിലീസ് ആകട്ടെ. റിലീസ് ആകട്ടെ. I declare and decree in Jesus' name. ഇപ്പോൾ റിലീസ് ആകട്ടെ. ആ കുരുക്കഴിയട്ടെ. റിലീസ് ആകട്ടെ. റിലീസ് ആകട്ടെ യേശുവിൻ നാമത്തിൽ. ശബര ഹതര പ്രഭ. ആ കെട്ടഴിയട്ടെ. ആ ഡോക്യുമെന്റ് ഇഷ്യൂ അഴിയട്ടെ. ഒരു ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. ശബര ബര ബര റികലറ ശാന്തുരബരബര റികലറബ ശാന്തുരബര റികലറബ ശതലറബൗതിയ റംശധരബരബര. യേശു ദേവ പ്രസന്നം ഇറങ്ങട്ടെ. ദേവ പ്രസന്നം ഇറങ്ങട്ടെ. അത് യേശുവിൻ നാമത്തിൽ ആ കെട്ടുകളെ അഴിക്കുന്നു. ആ കെട്ടുകളെ അഴിക്കുന്നു. ഹോ രമണ ഹതര പ്രഭാജനാദിയ ശന്തല പ്രഭാസിയാർത്ഥന. അങ്ങത് ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.